ഞാൻ എന്നേശുവിലാശ്രയിക്കും എൻ്റെ ജീവിത നാളുകളെല്ലാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശബ്ദം ക്ലിയർ ആണോ? കർത്താവദാസനെ എത്ര മണി വരെയാ? 12 വരെയോ? 55. Okay, thank you. Amen. Greet you all in the matchless name of our Lord and Savior Jesus Christ. I also got a chance to join with you this wonderful morning to share the word of God with this wonderful church. അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയോട് ചേർന്ന് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ തോമസ് മല്ലിക്കൽ, ആമേൻ, അനുഗ്രഹീതരായ ദൈവമക്കൾ, ഓൺലൈനിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ, സീനിയറായ പിതാക്കന്മാർ, കർത്താവിൻ്റെ വേലക്കാരായിരിക്കുന്ന കർത്തൃദാസന്മാർ, എല്ലാവർക്കായും വന്ദനം. എന്നെ പരിചയപ്പെടുത്തണമെന്നുണ്ട്. എന്നെ പരിചയപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതൽ കർത്താവിനെ പരിചയപ്പെടുത്തുന്നതാകയാൽ നേരിട്ട് കാണുമ്പോൾ പരിചയപ്പെടുത്തലാകാം. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് പ്രവേശിക്കട്ടെ. കഴിഞ്ഞ 36 വർഷമായി ഈ കർത്താവിനെ സ്നേഹിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ, കർത്താവിൻ്റെ വേലയിലായിരിക്കാൻ ദൈവം കൃപ തന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ നടുവിൽ ഒരിക്കൽ കൂടെ ഈ രാവിലെ കാലം, കഴിഞ്ഞ ദിവസം ഒരു കോട്ടയം മീറ്റിങ്ങിനെ സംബന്ധിച്ചു, ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ വചനമായി നിൽപ്പാൻ കൃപ തരുന്നതുകൊണ്ട് സ്തോത്രം. ഞാൻ പരിശുദ്ധാത്മാ നിയോഗം നൽകുന്നതിനനുസരിച്ച് സംസാരിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ലെങ്കിൽ ദൈവമക്കൾ നിങ്ങളുടെ വീഡിയോ കൂടെ ഓണാക്കിയാൽ നിങ്ങളുടെ കർത്താവിനെ കുറച്ചുകൂടെ ആഴമായി ഇടപെടുവാൻ കഴിയും. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് സ്വിച്ച് ഓൺ യുവർ വീഡിയോ. വീഡിയോ ഓണാക്കാൻ കഴിയുന്നവർ ഓണാക്കുക. കർത്താവ് നിങ്ങളുടെ മുഖാമുഖം സംസാരിപ്പാനിടയാകുമല്ലോ. കോവിഡ് നമ്മളെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു. അത് കോവിഡ് പഠിപ്പിച്ചൊരു കാര്യമാണ് ഈ സൂം. പ്രായമുള്ള ആളുകൾക്കൊന്നും സൂം പരിചയമായിരുന്നില്ല. അത്യാവശ്യം ഫോൺ വിളിക്കാനോ ഒരു മെസ്സേജ് അയക്കാനോ മാത്രം അറിയുന്ന നമ്മളെയൊക്കെ സൂം പരിചിതമാക്കി. ആമേൻ. ദോഷങ്ങളും ഗുണങ്ങളും ഉള്ളതിൽ ഒരു വലിയ ഗുണം, ലോകത്തിൻ്റെ പല ഭാഗങ്ങളുള്ള ദൈവമക്കൾക്ക്, ആയിരക്കണക്കിന് ദൈവകുഞ്ഞുങ്ങൾക്ക് ഒരുമിച്ച് തമ്മിൽ കാണാനും വിവിധമായ കൂട്ടായ്മ അനുഭവിപ്പാനും ഒക്കെ ഇടയായി. ആയിരക്കണക്കിന് മെസ്സേജുകൾ കേൾക്കാനിടയായി. പക്ഷേ ഇതിനകത്ത് അപകടം കൂടെ ഞാൻ ദൈവമക്കളോട് പറയാം. അധികം കേൾക്കുന്നവർക്ക് അധികം ശിക്ഷ വരും. നാം അധികം കേൾക്കുന്നു. വി ഹാവ് ലോഡ് ഓഫ് വേർഡ് ഓഫ് ഗോഡ് ഇൻ ദിസ് ഡേയ്സ്. ആമേൻ. ധാരാളം നമുക്ക് കേൾക്കാൻ അവസരം ലഭിക്കുന്നുണ്ട്. നമ്മൾ അധികം കേൾക്കുന്നതിലല്ല, കേൾക്കുന്നതിൽ നിലനിൽക്കാൻ കഴിയണം. അതുകൊണ്ട് ആ വചനം പറയുന്നത്, വാസ്തവമായി നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് അറിയപ്പെടും. അപ്പോൾ നാം ദൈവത്തിൻ്റെ വചനത്തിൽ നിലനിൽക്കുക എന്നതാണ് പ്രാധാന്യമുള്ള കാര്യം. നിലനിൽക്കാൻ നമുക്ക് കഴിയില്ല, അങ്ങനെ ആരും ധരിക്കണ്ട. നിലനിർത്തുന്നത് ദൈവമാണ്. ആമേൻ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ചതിൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്താൻ കഴിവുള്ള പിതാവാം ദൈവത്തിന് സ്തോത്രം. വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ താങ്ങി എന്നും വചനത്തിലൊരു വാക്യമുണ്ട്. ഞാൻ ഈ പറയുന്ന ഭാഗങ്ങളൊക്കെ ദൈവമക്കൾക്ക് പരിചിതമാണ്. പിശാച്, ലോകം, ദുഷ്ടമനുഷ്യർ, മായാവികൾ, മനോവഞ്ചകന്മാർ, ആത്മീയരെന്ന് നടിക്കുന്നവർ, പ്രട്ടൻഡ് ദാറ്റ് ദേ ആർ സ്പിരിച്വൽ, അങ്ങനെയുള്ളവരൊക്കെ നമ്മെ തള്ളിക്കളയാൻ നോക്കി. ദൈവദാസന്മാരായ ഞങ്ങളോടൊക്കെ ചോദിച്ചാൽ ദീർഘവർഷങ്ങളെ ശുശ്രൂഷയിൽ ആരെല്ലാം തള്ളിയെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. ഈ ഇന്ത്യൻ ഞണ്ടിനും ഫോറിൻ ഞണ്ടിനും ഒരു പ്രത്യേകതയുണ്ട്. ഈ കേരളത്തിലെ ഞണ്ട് മുകളിലോട്ട് കയറാൻ തുടങ്ങിയാൽ മറ്റേ ഞണ്ട് കാലേ പിടിക്കും. ശകലം കിണറ്റിൽ നിന്ന് കയറാൻ തുടങ്ങുമ്പോൾ ഈ വണ്ടി ഞണ്ട് വലിച്ച് താഴെ ഇടും. മറ്റേ ഞണ്ടൊക്കെ സഹായിക്കും മേളിൽ കയറാൻ. അപ്പോൾ ദൈവദാസന്മാരോട് ചോദിച്ചാൽ ആരെല്ലാം നമ്മളെ തള്ളി എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ നമ്മെ വീടാതെ നിർത്തിയതൊരു ദൈവമാണ്. അപ്പം ഈ പകൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ആമേൻ. ഇംഗ്ലണ്ടിലെ രാജ്ഞി ഒരിക്കൽ സമാധാനത്തിൻ്റെ ഒരു ചിത്രം വരയ്ക്കാൻ തൻ്റെ നാട്ടിലെ ചിത്രകാരന്മാരോട് ആവശ്യപ്പെട്ടു. വലിയൊരു കഥ ഒറ്റ വാക്കിലങ്ങ് ഉറപ്പിക്കാം. മുകളിൽ വലിയ കാർമേഘം, താഴെ കുത്തൊഴുക്ക്, വൃക്ഷങ്ങൾ കടപുഴകി ഒഴുകുന്നു, എങ്ങും ഭീതിതമായ അന്തരീക്ഷം, ആകപ്പാട് ഭയാനകമായ അന്തരീക്ഷം. ഇതിന് നടുവിൽ ഒരു മനുഷ്യൻ ഒരു ചിത്രം വരച്ചു. കടപുഴകി കിടക്കുന്ന വൃക്ഷത്തിൻ്റെ വെള്ളത്തിലേക്ക് ചരിഞ്ഞു കിടക്കുന്ന, ഓൾമോസ്റ്റ് ആ മരം വെള്ളത്തിലാണ്, പക്ഷേ അതിന് വെള്ളത്തിൽ മുട്ടാതെ താണുപോകാതെ നിൽക്കുന്ന കൊമ്പിൻ്റെ മുകളിലിരുന്ന് ഒരു മനോഹരമായ കുരുവി ഒരു പാട്ട് പാടുന്നു. ആ കുരുവിയോട് ചോദിച്ചു, നീ എന്താ ഇങ്ങനെ പാടുന്നത്? ആ കുരുവി പറഞ്ഞു, എനിക്കിവിടെ ഒരു വീടുണ്ട്. ഈ വൃക്ഷം മറിഞ്ഞാലും വൃക്ഷത്തിന്റെ കൊമ്പിൽ എനിക്കൊരു വീടുണ്ട്. അപ്പോൾ കഥാകാരൻ ചോദിക്കുക, ഈ കൊമ്പും കൂടെ മുങ്ങിയാൽ നീ എന്ത് ചെയ്യും? അദ്ദേഹം പറയുന്നു, ഈ കൊമ്പ് മുങ്ങി ഈ വൃക്ഷം കടലിൽ ഒഴുകിയാൽ, നദിയിൽ ഒഴുകിയാൽ എനിക്ക് പറക്കാൻ 2 ചിറകുകൾ ദൈവം തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. We have a great hope in Christ. We have a home here in India or America or somewhere else. But ഇത് നമുക്ക് നഷ്ടപ്പെട്ടാൽ, പൗലോസിന്റെ ഭാഷ കടമെടുക്കട്ടെ, കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ, കൈപ്പണിയല്ലാത്തതായി
നിത്യമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ആകയാൽ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഞങ്ങൾ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു. പ്രിയരെ, നാമൊന്നും എന്നും ഇവിടെ നിൽക്കുന്ന വടവൃക്ഷങ്ങളല്ല. 50, 60, 70, 80 വർഷം കഴിയുമ്പോൾ ഈ ലോകത്തിൽ നിന്ന് ടാറ്റ പറഞ്ഞ് കടന്നു പോകുന്നവരാ. എന്നാൽ നമുക്കൊരു പ്രത്യാശ, നമുക്ക് വേണ്ടി ദൈവം ഒരു ഭവനം ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ പണി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, ആ ഭവനത്തിന്റെ പണി പൂർത്തീകരിച്ചാൽ ഞാൻ വേഗം നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളാം. എൻ്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് മുഖവര പറഞ്ഞ് ഞാൻ മുൻപോട്ട് നീങ്ങട്ടെ. പ്രതിസന്ധിയുടെ നടുവിൽ, വല്ലാത്ത ഭീതിതമായ അന്തരീക്ഷങ്ങളുടെ നടുവിൽ, യുദ്ധങ്ങളുടെയൊക്കെ നടുവിൽ നാം ആയിരിക്കുമ്പോൾ കർത്താവിലേക്ക് നോക്കാം. നമ്മുടെ ആശ്വാസം, അഭയസ്ഥാനം അവൻ്റെ അടുക്കൽ. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു പാസേജിൽ നിന്നാണ് ചില വേദാംശങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കേണ്ട വീഡിയോ ഓണാണെങ്കിൽ നിങ്ങളുടെ കുറച്ചുകൂടെ ആഴമായി ബന്ധത്തിൽ ഇടപെടുവാൻ കഴിയുമല്ലോ, ഇഫ് യു ഡോണ്ട് മൈൻഡ്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. മർക്കോസ് സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള വാക്യങ്ങളാണ്. വായിച്ചാൽ എക്കോയാകുന്നതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് വായിക്കാം അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ. സംഭവം ഇത്രയേ ഉള്ളൂ. യേശു കർത്താവ് കടലിനെ ശാന്തമാക്കുക, നമുക്കെല്ലാം പരിചയമുള്ളതാണ്. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകുക എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ടു. താഴോട്ടുള്ള ഭാഗമൊക്കെ നമുക്കറിയാം. ചെറുപടകൾ ഉണ്ടായിരുന്നു, എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി, പടകൾ തിര തള്ളിക്കയറുകൊണ്ട് മുങ്ങുമാറായി. താഴോട്ട് വായിക്കുന്നു, ഗുരു ഉറങ്ങുകയായിരുന്നു. തലയണ വെച്ച് ഗുരുവിനെ അവൻ ഉണർത്തി. നശിച്ചു പോകുന്നതിൽ വിചാരമില്ല. നമുക്ക് പരിചയമുള്ള പാസേജാ. 39 അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. വലിയ ശാന്തതയുണ്ടായി. മെസ്സേജ് തീർന്നു. ഇത്രേ ഉള്ളൂ മെസ്സേജ് പറയാൻ. ആകെ മെസ്സേജ് ഇത്രേ ഉള്ളൂ. അപ്പോൾ പ്രസംഗം തീർന്നു. 11:55 വരെയുള്ള സമയമുണ്ട്, പക്ഷേ മെസ്സേജ് തീർന്നു. പ്രൈസ് ദി ലോർഡ്. യേശു എഴുന്നേറ്റു, കാറ്റിനെ ശാസിച്ചു, കടലും കാറ്റും അടങ്ങി, ശാന്തത വന്നു. ദാറ്റ്സ് ഓൾ. 41-ാം വാക്യത്തിൽ വായിക്കുന്നു, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നില്ല. പ്രിയരെ, എന്താ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത? 1000 പേർ 1000 വട്ടം ഒരേ പാസേജ് പറഞ്ഞാലും ഈ പാസേജിനകത്തൊരു പുതിയ മെസ്സേജ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. കാരണം ഈ വചനം ദൈവമാണ്, ദൈവത്തിന്റെ വചനമാണിത്. വേദപുസ്തകം വചനത്തെക്കുറിച്ച് 2 ഭാഗമാണ് പറയുന്നത്. ഒന്ന് റേമ എന്നും ഒന്ന് ലോഗോസ് എന്നും. ലോഗോസ് എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ട വചനം, എഴുതപ്പെട്ട വചനം, ഒരിക്കൽ ഉണ്ടായിരുന്ന വചനം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആമേൻ. എന്ന റേമ എന്ന് പറഞ്ഞാൽ ജീവിപ്പിക്കുന്ന വചനമാണ്. ഞാൻ മനസ്സിലാക്കാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. യായിറോസിന്റെ വീട്ടിൽ അല്ലെങ്കിൽ ലാസറിന്റെ വീട്ടിൽ വന്ന യേശു പറഞ്ഞു, ലാസറേ കം ഔട്ട്, ലാസറസ് പുറത്തു വരിക. ആ വചനം അത്ഭുതം ചെയ്ത വചനമാണ്, നിത്യമായ വചനമാണ്, സത്യമായ വചനമാണ്, ലാസറിനെ ഉയർപ്പിച്ച വചനമാണ്. അത് വചനത്തിലുണ്ട്, നാം അത് വായിക്കുന്നു. പക്ഷേ ഈ വചനം എന്ന് വായിച്ചുകൊണ്ട് നമുക്ക് യാതൊരു ഫലവുമില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ആരും ഇന്ന് അക്ഷരികമായി പെട്ടിന്ന് ഉയർത്തു വരുന്നില്ല. സംഭവിച്ചു കൂടാ എന്നില്ല. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം ചെയ്യുമെന്ന വാക്യമുണ്ട്. പക്ഷേ ഉയർത്തു വരുന്നില്ല. അപ്പം ലാസറിനെ ഉയർപ്പിച്ച വചനം നമുക്കെന്താ ഗുണം? ഒരു ഗുണവുമില്ല. അതൊരിക്കൽ അത്ഭുതം ചെയ്ത വചനമാണ്. എന്നാൽ ലോഗോസ് എന്ന എഴുതപ്പെട്ട വചനം റേമയായി മാറുന്ന എന്താണെന്നറിയാമോ? യായിറോസിന്റെ മകളെ സൗഖ്യമാക്കിയ, ലാസറിനെ ഉയർപ്പിച്ച, രക്തസ്രവക്കാരിയെ സൗഖ്യമാക്കിയ അതേ ദൈവം, ഹി ഈസ് ഏബിൾ ടുഡേ മോർണിംഗ് ഓൾസോ, ഹി ഈസ് ഏബിൾ ടു ഹീൽ മീ. ആരുടെയൊക്കെയോ പ്രാർത്ഥനാ വിഷയങ്ങൾ നാം ഈ പ്ലൈൻ്റെ ആരംഭത്തിൽ പറഞ്ഞല്ലോ. നാം ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ കാതങ്ങൾ ദൂരത്താണ് എൻ്റെ പ്രിയരെ. നിങ്ങളുടെ മാതാവെങ്കിൽ, പിതാവെങ്കിൽ, നിങ്ങളുടെ തലമുറയെങ്കിൽ നിങ്ങളുടെ വിഷയങ്ങൾ ഇരുമ്പിനേക്കാൾ കടുകട്ടിയായ വിഷയമാണെങ്കിലും, if you will pray and believe, God will break the ice. God will break an ice breaking. ദൈവം പ്രതിസന്ധിയെ പൊട്ടിക്കാൻ കഴിയുന്ന ദൈവമാണ്. ഇതാണ് ഈ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ലോഗോസായ വചനം, എഴുതപ്പെട്ട വചനം, ഒരിക്കൽ അത്ഭുതം ചെയ്ത വചനം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യണമെങ്കിൽ അത് റേമയായി മാറണം. എന്ന് പറഞ്ഞാൽ ജീവിപ്പിക്കുന്ന വചനമായി മാറണം. അങ്ങനെയാണെങ്കിൽ യേശു കടൽമേ ചെയ്ത അത്ഭുതം നമുക്കൊരു പാസേജ് മാത്രമാ, ഒരു കഥ മാത്രമാ, സംഭവിച്ച ഒരു ചാപ്റ്റർ മാത്രമാ, നമുക്കൊരു അധ്യായം. കർത്താവ് ചെയ്തൊരു അത്ഭുതം. എന്നാൽ ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം ചെയ്യും. എന്റെയും പ്രതിസന്ധിയെ, എന്റെയും കാറ്റിനെ ദൈവം ഇന്ന് പകൽ അമർത്തും. എത്ര പേര് പോലും വിശ്വസിക്കുന്നുണ്ട്? നമ്മുടെ മുമ്പിൽ ഉയരുന്ന വലിയ കാറ്റിന്റെ മുമ്പിൽ ഒന്നും ചെയ്യണ്ട.
ദാവീദ് പുത്രാ എന്നെ സഹായിക്കണമേ എന്ന് നിലവിളിച്ചവന്റെ മുമ്പിൽ തിരക്കിന്റെ യാത്ര നിർത്തി മടങ്ങി വന്നവനെ വിടുവിച്ച ദൈവമാണെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് നിങ്ങളുടെ സൂമിലേൽ, നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ ഓഫീസിൽ, നിങ്ങളുടെ ചെയറിലിരുന്നു കൊണ്ട് ദൈവത്തോട് നിലവിളിച്ചാൽ ഗാഡ് വിൽ സ്റ്റോപ്പ്. യേശു അവിടെ നിൽക്കും. അവൻ വന്ന് നിങ്ങളെ സൗഖ്യമാക്കും. ആമേ. വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പാസേജിന്റെ പ്രധാനപ്പെട്ട ചിന്ത, ഒരു ഹെഡ്ലൈൻ ഞാൻ കൊടുക്കട്ടെ, ഒരു തലക്കെട്ട് ഞാൻ കൊടുക്കട്ടെ. അതിങ്ങനെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു: നാം അക്കരയ്ക്ക് പോകാം. ഷാൽ വി ഗോ ടു ദ നെക്സ്റ്റ് ഷോർ? നമുക്ക് അക്കരയ്ക്ക് പോകാം. പ്രിയരെ, നാം ഇക്കരക്കാരല്ല, നമുക്കൊരക്കരയുണ്ട്. കേരളത്തിൽ നിന്ന് ഇന്ത്യയുടെ വലിയ സ്റ്റേറ്റിൽ നിന്നൊക്കെ ലോകത്തിൻ്റെ പരദീസയായ അമേരിക്കയിലേക്ക് വന്നവരാണ് നമ്മൾ. ഇത് നമുക്കൊരു അക്കരയാണ്. പക്ഷെ നമ്മുടെ അക്കര ഇതല്ല. പ്രൈസ് ദ ലോർഡ്. മറന്നു പോകല്ലേ, ഇവിടെ വരെ വരാൻ നമുക്കൊരു യോഗ്യതയുമില്ല, എനിക്കുമില്ല, നിങ്ങൾക്കുമില്ല. കൃപയാലാ വന്നത്. വന്ന വഴികൾ പലതുമായിരിക്കാം, സാധ്യതകൾ പലതുമായിരിക്കാം. പക്ഷേ നമ്മൾ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടില്ല ഇവിടെ വരുമെന്ന്. ആമേ. അതുകൊണ്ട് എത്തിപ്പെട്ട കരയാണ് അക്കരയെന്ന് ആരും വിചാരിക്കരുത്. UK-യും യൂറോപ്പും അമേരിക്കയും ആംസ്റ്റർഡാമും ഓസ്ട്രേലിയയും ഒക്കെ നല്ല രാജ്യങ്ങളാണ്, സാധ്യതകൾ പലതുണ്ട്, സൗകര്യങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ അക്കരദേശം ഇവിടെ അല്ല. അവൻ നമുക്ക് വേണ്ടി ഒരു അക്കരെ ഒരുക്കുന്നുണ്ട്. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. അബ്രഹാമിനോടൊന്ന് ചോദിക്കാം. പഴയ നിയമഭക്തൻ സമയത്തിന്റെ പരിധിയിൽ നിർത്തണമല്ലോ, കർത്താവ് നൽകിയ ആലോചനയും പങ്കുവെക്കണമല്ലോ, കൃത്യസമയത്തിന് അവസാനിപ്പിക്കും. അബ്രഹാമിനോട് ദൈവം പറയുമ്പോൾ അബ്രഹാം ഇങ്ങനെ പറഞ്ഞു: മക്കളെ, ഈവൻ ദോ ഹി വാസ് എ റിച്ച് മാൻ, അവൻ വലിയ ധനികന, 318 അഭ്യാസികൾ, കരാട്ടെ, കങ്ഫ്യൂ, കളരിപ്പയറ്റുകാരൊക്കെ തൻ്റെ വീട്ടിലുണ്ട്. ആമേ. ഇതൊക്കെ വലിയ ചോദ്യങ്ങളാണ്. നമുക്കിതൊക്കെ ആകാമോ എന്നൊരു ചോദ്യമൊക്കെ ഉണ്ട്. വേദപുസ്തകത്തിലൊരു വാക്യമുണ്ട്, ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളത് അത്ര ഏതൊരു വാക്യവും ഉണ്ട്. നമ്മൾ ഈ രണ്ട് നാട്ടിലാണല്ലോ. കേരളത്തിലേതെങ്കിലും പാസ് ജിമ്മിൽ പോയാൽ പാസ്റ്ററുടെ പണി പോയി, അമേരിക്കയിലെ പാസ് ജിമ്മിൽ പോയില്ലെങ്കിൽ പണി പോയി. കേരളത്തിലെ പാസ് കുടവേറ് വെച്ചില്ലെങ്കിൽ ഗമയിൽ, അമേരിക്കയിലെ പാസ് കുടവേറ് വെച്ചാൽ പാസ് മോശമായി. ഇവിടെ സ്ലിം ആയിരിക്കണം അല്ലേ? അപ്പം നമ്മൾ അതിനു വേണ്ടിയൊക്കെ ശരീരമൊക്കെ നിലനിർത്താൻ പലതും ചെയ്യുന്നു, കുഴപ്പമില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ശരീരാഭ്യാസം അല്പപ്രയോജനമൊക്കെയാണ്, കുറച്ച് ഗുണമൊക്കെ ഇതിനകത്തുണ്ട്. എന്നാൽ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം ശരീരത്തിൻ്റെ അല്ല, നിത്യജീവന്റെ ഗുണമാണ് നാം അന്വേഷിക്കുന്നത്. അബ്രഹാം വലിയൊരു ധനാഢ്യനായിരുന്നു, വലിയ വീട്ടിലൊക്കെയാണ് പാർത്തത്. അബ്രഹാം ഇടയ്ക്കിടയ്ക്ക് തന്നെ മക്കളെ വിളിച്ചു പറയും കേട്ടോ. ഞാനൊരു ഫാമിലി കൗൺസിലിങ്ങും പ്രവാചക ശുശ്രൂഷയും വെളിപ്പാടും ദർശനവും ഒക്കെ പറയുന്ന ഒരാളായതുകൊണ്ട് എല്ലാം കൂടെ ചേർത്താണ് എൻ്റെ മെസ്സേജുകൾ എപ്പോഴും നിങ്ങൾ എന്നെ ഫോളോ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കരുതുകയാണ്. ഇടയ്ക്കിടയ്ക്ക് മക്കളെ വിളിക്കും. നമ്മുടെ വീടുകളിൽ ഉണ്ടാകേണ്ട ഒരു അത്യാവശ്യ കാര്യമാകട്ടോ, കുടുംബ പ്രാർത്ഥനകൾ ഉണ്ടാകണം. രാവിലെയും വൈകിട്ടും ഒന്നുമില്ലെങ്കിലും അപ്പനും മക്കളും ഭാര്യയും ഭർത്താവും ഒന്നിച്ച്, വേദപുസ്തകം അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകത്തില്ല. പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് ഒരു മുപ്പിരിച്ചരടാണെങ്കിൽ ആത്മീയമെങ്കിൽ അപ്പനും മക്കളും ഭാര്യയും ഭർത്താവും കൂടെ കരം കോർത്തു പിടിച്ച്, അല്ല ദൈവമക്കളും ദൈവദാസനും കൂടെ കരം കോർത്തു പിടിച്ച്, കമ്മിറ്റിക്കാരും പാസ്റ്റർ കൂടെ കൈ കോർത്തു പിടിച്ചാൽ, ഇന്ന് പകൽ ദൈവാത്മാ പറയുന്ന ഡാളസ് പട്ടണത്തിൽ ഇനിയൊരു 100 സഭകളുടെ വന്നാലും ഈ ദൈവസഭയെ വർദ്ധിപ്പിക്കാൻ എൻ്റെ കർത്താവിന് കഴിയും. ആമേൻ. ഞാൻ ഈ ആത്മാവിൻ്റെ ദൂത് വരുന്നതുകൊണ്ട് ഇടയ്ക്ക് ഈ ചിന്ത വിട്ടൊക്കെ ഇടയ്ക്കൊന്ന് പോകും, എന്നാലും മടങ്ങി വരാൻ കേട്ടോ. വേദപുസ്തകത്തിൽ ഇങ്ങനെ ഒരു പദമുണ്ട്, ശവമുള്ളിടത്തെ കഴുക്കൾ കൂടും. അർത്ഥം നിങ്ങൾക്കറിയാൻ ഞാൻ വ്യാഖ്യാനിക്കണ്ട. അഭിഷേകമുള്ളിടത്ത് ആത്മാക്കൾ കൂടും. പ്രിയരേ, പേര് പറയാൻ കെട്ടിലും മട്ടിലും പകിട്ടിലും ഒക്കെയുള്ള പല സഭകൾ ഇവിടെയുണ്ട്. പക്ഷേ നമ്മുടെ സഭയ്ക്കകത്ത് അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുമെങ്കിൽ, ആത്മാവിന്റെ നിറവ് വെളിപ്പെടുമെങ്കിൽ, കൃപാവരങ്ങളുടെ ജ്വലനം വെളിപ്പെടുമെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ പ്രദർശനങ്ങൾ വെളിപ്പെടുമെങ്കിൽ ആരും വിളിക്കാതെ ആളുകൾ വരും. അമേൻ. ഞാൻ സ്പീഡിലാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ സ്പീഡ് ഒന്ന് കാണിച്ചാൽ ജോസ് പാസ്റ്റേ, സ്പീഡിച്ച് കുറയ്ക്കാം, കുഴപ്പമില്ല. ഇല്ല, ഓൺലൈനായതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. സ്തോത്രം. ആത്മദൈവത്തെ ചിലപ്പോൾ സ്പീഡിൽ പോയി. ഒരു കാര്യം പറയാം പ്രിയരേ, സ്തോത്രം. ദൈവം നമ്മെ വിളിക്കുമ്പോൾ ഇവിടെ കരയാൻ, പ്രാർത്ഥിക്കാൻ, നിലവിളിക്കാൻ തയ്യാറുള്ള ആരുണ്ടോ ദൈവം തന്റെ സഭയെ വർദ്ധിപ്പിക്കും. അപ്പൊ അബ്രഹാം തന്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, അബ്രഹാമിന്റെ വീട് ചെറിയ വീടിൽ, ഇറ്റ്സ് നോട്ട് എ ടൈനി ഹോം, ഇറ്റ്സ് എ റോയൽ ഹോം. വലിയൊരു കൂടാരം എന്ന് പറഞ്ഞാൽ, നാടൻ കൊളോക്കിയൽ ലാംഗ്വേജ് പറഞ്ഞാൽ ഒരു കൂനാച്ചിപ്പറയല്ല, ഒരു ഷെഡല്ല. കൂടാരം എന്ന് പറഞ്ഞാൽ റോയൽ ഹോം. ആമേൻ. അതുകൊണ്ടാണ് ശതാധിപൻ പണ്ടിത് പറഞ്ഞു, നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ. എനിക്ക് ആ പാട്ടിനോട് വിയോജിപ്പുണ്ട്, പല പാട്ടിനോടും വിയോജിപ്പുണ്ട്. സ്തോത്രം. ശതാധിപനെ പുരയ്ക്കാത്ത വരാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞപ്പോൾ രക്ഷിക്കപ്പെട്ട സ്ഥാനപ്പെട്ട അഭിഷേകം പ്രാപിച്ച ദൈവബദല പറയുക ഇപ്പോഴും. രജിനാരായണൻ, ഞങ്ങളുടെ അയലോക്കക്കാരൻ, ഞങ്ങളുടെ വീടിൻ്റെ 1/2 കിലോമീറ്റർ അപ്പുറത്തുള്ള പുള്ളി പാടിയ പാട്ട് പാടി നമ്മളും പാടുക, നീ എൻ്റെ പുരയ്ക്കാത്ത വരാൻ യോഗ്യനല്ല. പ്രിയരേ, ആ പാട്ട് പാടുന്നതോട് എനിക്ക് യോജിപ്പില്ല. കാര്യം എന്നാണെന്നറിയാമോ? അവൻ പുരയ്ക്കകത്ത് വരാൻ നമ്മളെപ്പോലെ യോഗ്യരായവർ വേറെയില്ല. സ്തോത്രം.
നമ്മുടെ വീട്ടിൽ യേശു വന്നില്ല. പിന്നെ യേശു ആരുടെ വീട്ടിലാണ് പ്രിയരെ വരുന്നത്? നമ്മുടെ വീട്ടിലാണ് കർത്താവ് വരുന്നത്. യേശു വരുമ്പോൾ യേശുവിനെ വീട്ടിൽ കയറ്റാത്തവരല്ല നമ്മൾ. വി ആർ ഓൾവേസ് വെൽക്കമിങ്, ഗിവിംഗ് വാം വെൽക്കം ടു അവർ ലോഡ്, ബിക്കോസ് ദാറ്റ് ഈസ് അവർ ഗ്രേറ്റസ്റ്റ് ജോയ് ആൻഡ് ഹാപ്പിനെസ് ടു ഹാവ് എ ഫെലോഷിപ്പ് വിത്ത് അവർ ലോഡ്. കർത്താവിനോട് കൂടി ഒരു കൂട്ടായ്മയാണ് നമ്മുടെ സന്തോഷം. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അബ്രഹാം പറയുക, മക്കളെ, ആമേൻ ആമേൻ, ഇതൊരു കൂടാരമാകട്ടോ, ഈ കൂടാരത്തിൻ്റെ കുറ്റിയഴിയും. ആ പദം ഞാൻ അങ്ങ് ഓർപ്പിക്കാം വചനത്തിൽ നിന്ന്. അപ്പോൾ എൻ്റെ പദം വരില്ലല്ലോ. അവൻ ദൈവം താൻ ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിനായി അബ്രഹാം കാത്തിരുന്നു, കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്. ഈവൻ ദോ Abraham was an Old Testament believer, he is a father of nation, he is a father of faith. He told his children that this is temporary, it's not permanent. ഇത് നിലനിൽക്കുന്നതല്ല, ഇത് പെർമനന്റ് അല്ല. one day it is going to demolish. ഈ കൂടാരത്തിന്റെ കുറ്റി അഴിയും. കൃപ പ്രാപിച്ച ദൈവമക്കൾ കരമുയർത്തി ദൈവത്തിന് വാ തുറന്നൊരു സ്തോത്രം പറയാൻ. ലൈൻ മ്യൂട്ടാണെങ്കിലും സാരമില്ല, കർത്താവിന് ഒരു മഹത്വം കൊടുക്കാൻ എത്ര പേർക്ക് കഴിയും? പ്രിയരെ, ഈ കൂടാരത്തിന്റെ കുറ്റി അഴിയും. കർത്താവ് നമുക്ക് നൽകുന്ന സമയം, ജനനത്തിങ്കൽ തന്നെ ഇതിന്റെ അവസാനം കണ്ടെത്തിയ ദൈവത്തിന് നമ്മളോട് ഇതിനിടയിലുള്ള വാഗ്ദത്തങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ കഴിയും. എന്നാൽ ഒരൊറ്റ ചോദ്യം, ഈ കൊച്ചു ലൈഫിനകത്ത് നാം കർത്താവിന് വേണ്ടി എന്ത് ചെയ്തു? ഗ്രേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ അവിടെയാണ്. അപ്പോ ആമേൻ, ഈ പുതിയ നിയമവിശ്വാസി ഇതിന്റെ ആഴമുള്ള അടുത്ത ദർശനം പ്രാപിക്കണം. എന്ത്? ഇവിടെ നിലനിൽക്കുന്നതൊന്നുമില്ല, നിലനിൽക്കുന്നത് നിത്യതയിലാണ്. പോകട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് മടങ്ങി വരാം. 35-ാമത്തെ വാക്യത്തിൽ ഇവിടെ വായിക്കുന്ന, അന്ന് സന്ധിയായപ്പോൾ. ഞാൻ ഓരോ പദങ്ങളുടെ തൊട്ട് പോകട്ടെ. എല്ലാം എക്സർജൈസ് ചെയ്ത് പറയാനുള്ള സമയം ഒരു പക്ഷേ ലഭിക്കില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. ആമേൻ പ്രിയരെ, ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാതവുമുണ്ട്, ഒരു സന്ധ്യയുമുണ്ട്. വേദപുസ്തകത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്. ആമേൻ, സന്ധ്യയാകുമ്പോൾ കാട്ടുമൃഗങ്ങൾ സഞ്ചാരം തുടങ്ങുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പദമുണ്ട്, അനുഭവിച്ചു പ്രാർത്ഥിച്ചു മലയിലേക്ക് കയറിപ്പോയി, അവന് വിശന്നു. വേദപുസ്തകത്തിലെ പദം ഇങ്ങനെയാണ്, 40 നാൾ അവന്റെ വാസം കാട്ടുമൃഗങ്ങളോടുകൂടെയായിരുന്നു എന്ന് പറഞ്ഞാൽ എന്നാ? പന്നിയും പുലിയും ആനയും അല്ല കാട്ടുമൃഗം. വേദപുസ്തകത്തിന്റെ വ്യാഖ്യാനത്തിൽ അന്ധകാരത്തിന്റെ പോരാട്ട ശക്തികൾ അരുമനാഥനെ തകർക്കാൻ വിശപ്പ് കൊണ്ട്, ദാഹം കൊണ്ട്, ക്ഷീണം കൊണ്ട്, പരീക്ഷ കൊണ്ട് അവനോട് പോരാടാൻ എടുത്തു വന്നു. പക്ഷേ അവൻ ക്ഷീണിക്കുമ്പോഴെല്ലാം, അവൻ പ്രാർത്ഥിക്കുമ്പോൾ ദൂതന്മാർ എടുത്തു വന്നു. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ഇവിടെ നമ്മളാരും ഇരട്ടച്ചങ്കന്മാരല്ല. നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരാളെ ഉള്ളെന്നാ പറയുന്നേ. പുള്ളിക്ക് ഇരട്ടയുണ്ടോന്ന് അറിയത്തില്ല, ആലങ്കാരിക പദമാ. നമ്മളാരും ഇരട്ടച്ചങ്കരൊന്നുമല്ല കേട്ടോ. ശക്തനായ ഏലിയാവ് പോലും ഒരു സ്ത്രീയുടെ വല്ലാത്ത വാക്കിന് മുമ്പിൽ, ചൂരച്ചെടിയുടെ മുമ്പിൽ തളർന്നു. പക്ഷേ അവനെ തട്ടി എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവശബ്ദം. എന്താ ഈ ദൈവശബ്ദത്തിന്റെ പ്രത്യേകത? അത് മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നതാ. ആമേൻ. അത് വനങ്ങളെ തോലിരിക്കുമാറാക്കുന്നതാ. ഇന്ന് പകൽ ഈ ലൈനിലായിരിക്കുന്നവരിൽ ഭാരപ്പെടുന്ന, വേദനിക്കുന്ന, തങ്ങളുടെ ജീവിതത്തിന്റെ കടുകെട്ടിയായ ചില ഭാരവിഷയങ്ങളുടെ മുമ്പിൽ, ആരെനിക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റുമെന്ന് ഭാരപ്പെടുന്ന ചില പ്രത്യേക വിഷയങ്ങളുടെ മുമ്പിൽ ഭാരപ്പെടുന്നവരോട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പ്രാരംഭത്തിൽ ദൈവാലോചന പറയുന്നു, നിങ്ങൾക്ക് ഭാരമുള്ളതിനെ ഇന്ന് പകൽ ലഘുവാക്കുവാൻ God can break the yoke. ആ നുകത്തെ ഒടിക്കുവാൻ നമ്മൾ കർത്താവിന് കഴിയും. എത്ര പേര് നമുക്ക് വിശ്വസിക്കുന്നുണ്ട്? ഒറ്റ കാര്യമേ ഉള്ളൂ, വിടുതൽ നമ്മുടെ അധരത്തില, നമ്മുടെ വായില. ടെൽ ദ വേർഡ്, സ്പീക്ക് ഔട്ട് ദ വേർഡ്. നിങ്ങൾ എന്തു പറയുന്നോ അത് സംഭവിക്കും. മരണം പറഞ്ഞാൽ, ശാപം പറഞ്ഞാൽ, നിരാശ പറഞ്ഞാൽ, സങ്കടം പറഞ്ഞാൽ അത് സംഭവിക്കും. എന്നിട്ട് ദൈവബദൽ പറയില്ല, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, ഈ കാറ്റിനെ മാറ്റും, ഈ പ്രതികൂലത്തെ മാറ്റുമെന്ന് പറയാൻ. അപ്പം നമ്മുടെ വാക്കിനകത്തൊരു ശക്തിയുണ്ട് പ്രിയരെ, നമ്മുടെ വാക്കിനകത്തൊരു ശക്തിയുണ്ട്. റിസൈഡ് ദ വേർഡ്. പോസിറ്റീവ് വാക്കുകൾ എപ്പോഴും പറയുക, നിരാശപ്പെടുത്തുന്ന വാക്കല്ല. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് പറയാൻ എത്ര പേർക്ക് കഴിയുമോ അവർ ദൈവത്തിൻ്റെ മഹത്വവും അത്ഭുതവും കാണുവാനായിട്ടിടയായിത്തീരും. ഞാൻ മടങ്ങി വരട്ടെ. നമുക്കൊരു അക്കരദേശമുണ്ട്. എല്ലാ പ്രാർത്ഥിക്കുന്ന ഭക്തനും ജീവിതത്തിൻ്റെ ഒരു സന്ധ്യയുണ്ട്, ഒരു പ്രഭാതവുമുണ്ട്. അപ്പം സന്ധ്യയാകുമ്പോൾ ആമേൻ ആമേൻ സ്തോത്രം, ഇരുളിൻ്റെ അധികാരങ്ങൾ വെളിപ്പെടുന്ന സമയമാണ്. ആമേൻ. ജീവിതത്തിൻ്റെ സന്ധ്യയുടെ മുമ്പിൽ ദൈവമക്കൾ തളർന്നു പോകരുത്. നമുക്കൊരു പ്രഭാതം ദൈവം വെച്ചിട്ടുണ്ട്. ഇവിടെ വായിക്കുന്നു, അന്ന് സന്ധ്യയായപ്പോൾ യേശു അവരോട് പറയുക, നമുക്ക് അക്കരയ്ക്ക് പോകാം. ഈ 4-ാം അധ്യായത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? 4-ാം അധ്യായത്തിൽ 3-4 ഉപമകൾ കർത്താവ് പറയുക. 4-ന്റെ 3 മുതൽ 9 വരെ വിതയ്ക്കുന്നവന്റെ ഉപമ പറയുകയാണ്.
എല്ലാം പങ്കുവയ്ക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. 4:21 നിലവിളക്ക് കത്തിക്കുന്ന ഒരു ഭാഗത്തെക്കുറിച്ച് പറയുക. 4:31 കടുകുമണിയുടെ ഉപമ പറയുക. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞതെല്ലാം ഉപമയോടുകൂടിയ ഉദാഹരണങ്ങളോടുകൂടിയാണ്. ആമേൻ. അപ്പോൾ ഉപമ കൂടാതെ ഒന്നും സംസാരിച്ചില്ലെന്നൊരു വചനമുണ്ട്. ഒരു മനുഷ്യന് 100 ആട് ഉണ്ടെന്നിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉണ്ടെന്നല്ല, ഉണ്ടെന്നിരിക്കട്ടെ എന്ന്. ആ ടെൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എന്നാൽ കർത്താവ് പറഞ്ഞൊരു പദമുണ്ട്, ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ദോർ വാസ് എ റിച്ച് മാൻ. അബ്രഹാമിന്റെ യോബിന്റെ കണ്ടംപററിയായ കാലത്തെ കഥയെപ്പറ്റി എടുത്തു പറയുക, ഒരു മനുഷ്യനുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ യേശു പറഞ്ഞതെല്ലാം സ്പെസിഫിക് ആയിരുന്നു. അവൻ്റെ വാക്കുകൾ ലാവണ്യ വാക്കുകളായിരുന്നു. അവൻ്റെ വാക്ക് മധുരമുള്ള വാക്കുകളായിരുന്നു. അവൻ പറയുന്നത് എല്ലാവർക്കും തിരിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ വേദപുസ്തകത്തിൽ ഒരു മനോഹരമായ പദം ദൈവന്റെ ഹൃദയത്തിൽ നൽകുന്നു. ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവളോട് ഹൃദ്യമായി സംസാരിക്കും. ആരാണ് ഈ അവൾ? ഹൂ ഈസ് ദി ഷീ? ദൈവസഭ. പ്രതിസന്ധിയുടെ നടുവിൽ ഭാരപ്പെടുന്ന ദൈവമക്കളെ, ഭാരപ്പെടരുത്. നിരാശയുടെ പുതപ്പിനകത്തൊളിക്കരുത്. ആമേൻ, സ്തോത്രം. ആമേൻ, ഇസബേലിന്റെ വാക്കിന്റെ മുമ്പിൽ ഭാരപ്പെടുന്നത്, ആഹാമിന്റെ വാക്കിന്റെ മുമ്പിൽ നിരാശപ്പെട്ട് മതിയെന്ന് പറയരുത്. മറിച്ച് ഈ വി വിൽ കം ഔട്ട്, ഗോഡ് വിൽ സ്ട്രെങ്തൻ us. നാം പുറത്തു വന്നാൽ ദൈവം നമ്മെ ബലപ്പെടുത്തുന്ന ദൈവമാണ്. ഈ ഉപമകളിലെല്ലാം നമ്മുടെ കർത്താവ് പറഞ്ഞത് അനുഗ്രഹിക്കപ്പെട്ട ചിന്തകളാണ്. ഞാൻ 2-3 കാര്യം പെട്ടെന്ന് പറയാം, ശ്രദ്ധിക്കണം. പ്രസംഗിക്കുന്നവനെ ലോകമറിയും, ചിലപ്പം ദൈവവും അറിയും. എന്നോട് ആവർത്തിക്കുന്നു, പ്രസംഗിക്കുന്നവരെ ലോകമറിയും, എന്നെയും നിങ്ങളെയൊക്കെ അറിയും. ചിലപ്പം ദൈവം അറിയും. അറിയണമെന്നും അറിയണ്ടെന്നൊന്നുമില്ല. പക്ഷെ പ്രാർത്ഥിക്കുന്നവനെ ദൈവം അറിയും. പ്രസംഗിക്കുന്നവൻ മനുഷ്യന്റെ മുഖത്ത് നോക്കി പ്രസംഗിക്കുന്നു, പ്രാർത്ഥിക്കുന്നവൻ ദൈവമുഖത്ത് നോക്കി പ്രാർത്ഥിക്കുന്നു. എത്ര പേർക്ക് ഞാൻ പറയുന്നത് കിട്ടുന്നുണ്ട്? പ്രസംഗിക്കുന്നവൻ ഒരു പക്ഷേ പാപം ചെയ്യാം, പാടുന്നവന് പാപം ചെയ്യാം, വർഷിപ്പ് ലീഡറിന് പാപം ചെയ്യാം. പക്ഷെ പ്രാർത്ഥിക്കുന്നവന് പാപം ചെയ്യാൻ കഴിയുകയില്ല. ആമേൻ. അപ്പൊ പ്രാർത്ഥന കൂടാതെയുള്ള ക്രിസ്ത്യ ജീവിതം, പ്രസംഗം, പ്രവർത്തനം, സുവിശേഷ വേല, ഭൗതിക ജോലി ഒന്നും നിലനിൽക്കുകയില്ല. എന്നാൽ ഇത് പകൽ ഞാൻ പറയട്ടെ, പ്രസംഗിക്കുന്നവനെ ലോകമറിയും, പ്രാർത്ഥിക്കുന്നവനെ ദൈവമറിയും. പ്രാർത്ഥിക്കുന്നവനൊരു പ്രതിസന്ധി വന്നാൽ ദൈവം അവന്റെ കൂടെ ഇറങ്ങി വരുന്ന ദൈവമാണ്. 4:37 നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, വലിയൊരു കാറ്റുണ്ടായി. സമയപരിധി കൊണ്ട് വേഗത്തിൽ ഞാൻ ഓർപ്പിക്കാം പ്രിയരെ, നിങ്ങളുടെ പലരുടെയും ജീവിതത്തിന് മുമ്പിലെ കാറ്റ് എത്ര വലുതാണോ, എനിക്ക് തോന്നുന്നു ലൈനിൽ 19 പേരുണ്ട്, ഞാൻ ഉൾപ്പെടെ. ഈ 19 പേരുടെയും കാറ്റ് വ്യത്യസ്തമാണ്. ഒരാളുടെ മുമ്പിലെ കാറ്റല്ല, ഒരാളുടെ മുമ്പിലെ പ്രതിസന്ധി. അമേരിക്ക എനിക്ക് പരിചയമില്ല കേട്ടോ. കേരളത്തിലെ നമ്മുടെ പല സഭകളും ഇപ്പോൾ പ്രാർത്ഥനാ വിഷയം പറയുകയില്ല. കാര്യം എന്നാണെന്നറിയാമോ? പ്രാർത്ഥനാ വിഷയം പ്രാർത്ഥിക്കാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ ആ പ്രാർത്ഥന കഴിയുന്നതിന് മുമ്പ് ഇത് പബ്ലിക്കിൽ ഇത് പറയാൻ ആളുകൾക്ക് താല്പര്യം, പ്രാർത്ഥിക്കാനല്ലേ. അതുകൊണ്ട് എല്ലാം പാസ്റ്റർമാരുടെ അടുക്കൽ സീക്രട്ടായിട്ടാണ് പറയുന്നത്, പാസ്റ്റർമാരുടെ അടുക്കൽ സ്വകാര്യമായിട്ടാണ് പറയുന്നത്. ആമേൻ, സ്തോത്രം. ആമേൻ. പ്രാർത്ഥന ഒരു പോരാട്ടമാണ്. പ്രാർത്ഥന ഒരു വെല്ലുവിളിയാണ്, മരണതുല്യമായ പോരാട്ടമാണ്. നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ വിഷയത്തെയും അവരുടെ വിഷയത്തെയും അഴിച്ചു മാറ്റും. ഈ കോവിഡ് വന്നതോടെയാണല്ലോ സൂം സാധ്യതകൾ ഉണ്ടായത്. ഒന്ന് ഞാൻ ഉറപ്പായിട്ട് പറയാം, പ്രായമുള്ളവർക്കൊക്കെ ഈ മീഡിയയിൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും. പ്രിയരെ, ദൈവസ്ഥാനത്തിൽ ഏറെ സമയം നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. വലിയ കാറ്റുണ്ടായി, വലിയ ശാന്തതയുണ്ടായി. ജീവിതത്തിന് മുമ്പിൽ, തലമുറയുടെ മുമ്പിൽ, ഭാവിയുടെ മുമ്പിൽ, വിവാഹത്തിന് മുമ്പിൽ, ഫ്യൂച്ചറിന് മുമ്പിൽ, ഒരുപക്ഷെ വിസായുടെ മുമ്പിൽ, ശുശ്രൂഷയുടെ മുമ്പിൽ, ആത്മീയ ഭൗതിക വിഷയങ്ങളുടെ മുമ്പിൽ നാം അനുഭവിക്കുന്ന കാറ്റിൻ്റെ ഗൗരവം നമുക്കേ അറിയത്തുള്ളൂ. ഞാൻ ഒരു കൗൺസിലിംഗ് കൂടെ ചെയ്യുന്ന കൃപാപര ശുശ്രൂഷയെ പോകുന്ന ഒരാളായതുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളുടെ വേദന എനിക്കറിയാം. ഇന്ത്യയിലിരുന്നുകൊണ്ട്, കേരളത്തിലിരുന്നുകൊണ്ട് ഇവിടെയുള്ള 100 കണക്കിന് ആളുകൾക്ക് വേണ്ടി ഫോണിൽ കൂടെ പ്രാർത്ഥിച്ച് ദൈവാലോചന പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഞാൻ പറയാം, പുറത്താരോടും പറയാൻ കഴിയാത്ത വേദനയുടെ നടുവിൽ ചങ്കുപൊട്ടി വിങ്ങിപ്പൊട്ടി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുണ്ട്. നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങളുടെ വെല്ലുവിളി എത്ര വലുതാണോ, കാറ്റ് എത്ര വലുതാണോ, അത്ര വലിയ ശാന്തത ദൈവം ഒരുക്കും. ആ ഭാഗം തൽക്കാലം നിൽക്കട്ടെ. എന്തുകൊണ്ടാണ് ഈ കാറ്റടിച്ചത്? എന്തുകൊണ്ടാണ് ദൈവവേദന ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുന്നത്? നമ്മുടെ വിശുദ്ധിയുടെ കുറവാണോ? പ്രാർത്ഥന കുറവാണോ? ആകാതിരിക്കാം. പക്ഷെ ദൈവാത്മാവ് ഇവിടെ പറയുന്നൊരു പ്രത്യേക കാര്യമുണ്ട്. കാറ്റടിക്കുന്നതിന് മുമ്പിൽ സ്പെസിഫിക്കായി ഒരു റീസൺ ഉണ്ട്. എന്താ കാര്യമെന്നറിയാമോ? അക്കരെ ഗദരേന്യരുടെ ദേശത്ത് ഒരു അത്ഭുത വിടുതൽ ദൈവത്തിന് ചെയ്യാനുണ്ട്.
അക്കരെ ഗദരേന്യരുടെ ഇസ്രായേലിന്റെ ഗോത്രങ്ങളിൽ 12 ഒരു ഗോത്രമാണ് ഗാദ്. ഗാദിന്റെ ദേശത്തു നിന്ന് ഒറ്റപ്പെട്ടു പോയവൻ. നമുക്ക് ഈ പദം പറയുമ്പോൾ ചേർത്ത് പറയാവുന്നൊരു ചിന്ത അങ്ങ് പറയാം. അപ്പൻ്റെ 2 മക്കൾ, നമ്മളവന് പേരിട്ടു മുടിയംപുത്രൻ. അവൻ കണ്ടാൽ നമ്മൾ കേട്ടാൽ നമ്മൾ വഴക്കുണ്ടാക്കും. അവൻ്റെ പേര് അങ്ങനല്ല. നമ്മൾ പലർക്കും ഒരു പെറ്റ് നെയിം ഒക്കെ ഇടുമല്ലോ. പെറ്റ് നെയിം അല്ല യഥാർത്ഥ നെയിം. അവൻ മുടിയനായി പോയതുകൊണ്ട് മുടിയംപുത്രൻ എന്ന് പറയാം. വേദപുസ്തകം വന്ന് ഇളയ പുത്രൻ. ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം. എല്ലാം നശിപ്പിച്ച് ധൂർത്തനായി തകർന്ന് ഒരിക്കൽ മടങ്ങി വന്നപ്പോ അവൻ്റെ അപ്പൻ അവന് പുതിയ വസ്ത്രം, പുതിയ മോതിരം, പുതിയ ചെരുപ്പ് എല്ലാം കൊടുത്തു. ജ്യേഷ്ഠൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇത്രകാലവും ഞാൻ നിന്നെ സേവിക്കുന്നു, ഞാൻ നിന്നോട് കൂടെ ഇരുന്നു, നീ എനിക്കൊരു ആട്ടിൻകുട്ടിയെ പോലും എൻ്റെ സ്നേഹിതന്മാരുടെ കൂടെ ഉല്ലസിപ്പാൻ തന്നില്ലല്ലോ. പ്രിയരെ, അതെല്ലാം അവൻ്റേതാ, മറ്റവൻ നഷ്ടപ്പെട്ടു പോയതാ. എന്താ സുവിശേഷയുടെ വലിയ ഗൗരവം? എന്താ ഈ പ്രാർത്ഥനയുടെ ഗൗരവം? എന്താ ഡാളസ് പ്രയർ വർഷിപ്പ് സെന്ററിന്റെ പ്രത്യേകത? നഷ്ടപ്പെട്ടു പോകുന്ന പീപ്പിൾ ആർ പെരിഷിംഗ് വിത്തൗട്ട് ക്രൈസ്റ്റ്. വി മസ്റ്റ് ഹാവ് എ ഗ്രേറ്റ് ബേർഡൻ ഓഫ് ദ പീപ്പിൾ ദോസ് ഹു ആർ പെരിഷിംഗ്. ഹാവ് എ ബേർഡൻ ഓഫ് ദ പെരിഷിംഗ് സോൾ. ആത്മഭാരമുള്ള ദൈവത്തിന് ഉറങ്ങാൻ കഴിയില്ല, അവന് പ്രാർത്ഥിക്കാതിരിക്കാൻ കഴിയില്ല. സ്തോത്രം. പാസ്റ്റർമാർ എപ്പോഴും കൊണ്ട് ബിസിയാണ്, അവരെപ്പോഴും തിരക്കാം. അവരുടെ ഫോൺ ഒരു പക്ഷേ സൈലൻ്റ് ആകുകയില്ല, അവരുടെ ഫോൺ മ്യൂട്ട് ആകുകയില്ല. കാര്യം എന്താണെന്നറിയാമോ? We don't know when the call will come, who is needy and poor. ആവശ്യക്കാരൻ്റെ. അതുകൊണ്ട് ഒരു കാര്യം ദൈവത്തിൻ്റെ വചനം ഇന്ന് പകൽ പറയുകയാണ്, കാറ്റടിക്കുന്നതിന് മുമ്പിൽ ഒരു കാര്യമുണ്ട്. ഗദരേന്യരുടെ ദേശത്തൊരു അത്ഭുത വിടുതൽ. ഞാൻ ആ ഭാഗത്തോട് ഒന്നുകൂടെ തൊട്ടിട്ട് പെട്ടെന്ന് മാറിക്കോട്ടെ. ഈ ഒന്നാമത്തെ ചിന്ത 21:4-21 വായിക്കുന്നത്, വിളക്ക് കത്തിച്ച് പറയിൻ കീഴ് വക്കരുത്, തണ്ടിന്മേൽ വെക്കണം, തണ്ടിന്മേലുള്ള വിളക്ക് പ്രകാശിക്കണം. കർത്താവ് നമ്മളെക്കുറിച്ച്, പ്രിയരെ, ഇന്നലകളിൽ കനൽക്കട്ടകളായി, തീജ്വാലകളായി നമ്മുടെയൊക്കെ പ്രസ്ഥാനങ്ങളിൽ, സംഘടനകളിൽ പ്രവർത്തിച്ച പലരും ഇന്ന് കരിക്കട്ടകളായി മാറി. ഞാൻ ഒന്ന് പറയാം, ഇന്നലത്തെ കനൽക്കട്ടകൾ നാളത്തെ കരിക്കട്ടകളാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഈ കരിക്കട്ടകളെ ഊതിത്തെളിച്ച് പ്രോജ്വലിപ്പിച്ചാൽ, അതിനുമേൽ ദൈവശക്തിയുടെ കാറ്റ് വീശിയാൽ, അത് പിന്നെ ഒരിക്കൽ കൂടെ കത്താനിടയാകും. വഴിത്തലക്കൽ പട്ടുപോയി ഒത്തിരി പേരുണ്ട് കേട്ടോ. പഴയൊരു പാട്ടുണ്ട് നമ്മുടെ നാട്ടിൽ, എന്നിലും ശക്തർ എന്നിലും ഭക്തർ വീണു തകർന്നീ പോർക്കളത്തിൽ, കാണുന്നു ഞാൻ അസ്ഥികൂടങ്ങൾ ഭീകരം, വീരഭുമാൻകളിൽ വീണവർ. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ഒത്തിരി നമ്മളെക്കാൾ ശക്തരായവർ വീണുപോയി. അതുകൊണ്ട് ഞാനിങ്ങനെ പറയാറുണ്ട്, തുറക്കപ്പെട്ട വാതിൽ ഏത് ഭക്തനെയും പരീക്ഷിക്കും. വീഴുമോ എന്ന് നാം നോക്കരുത്. വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിക്കുന്നൊരു ദൈവമുണ്ട്. ദൈവത്തോട് നമ്മുടെ പ്രാർത്ഥന ഇതാകണം, കർത്താവേ, until finish my race I have a desire to serve you without any blameless. കളങ്കം കൂടാതെ അന്തം വരെ നിന്നെ സ്നേഹിക്കാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്. നീ എന്നെ നിലനിർത്തണമേ. If you have a desire, whatever may be, for the expansion of the kingdom of God, God will strengthen us. ദൈവം നമ്മളെ ശക്തീകരിപ്പനടിയായി തീരും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇവിടെ കർത്താവ് പറയുന്നു, വിളക്ക് കത്തിച്ച് തണ്ടിന്മേൽ പ്രകാശിക്കണം. ഇസ്രായേലിന്റെ ദേവാലയത്തിൽ അതിൻ്റെ അവിടെ 7 തിരിയിട്ട കത്തിക്കുന്നൊരു വിളക്കുണ്ട്. അത് ഇടിച്ചെടുത്ത് തെളിവുള്ള ഒലിവെണ്ണയാ ഒഴിക്കുന്നത് നിങ്ങൾക്കറിയാം. ആ വിളക്ക് നിത്യം കത്തിക്കൊണ്ടിരിക്കും. എന്തിനാണെന്നറിയാമോ? വൺസ് അത് കത്തിച്ചാൽ ആ വിളക്ക് കെടാൻ പാടില്ല. വേദപുസ്തകത്തിലില്ല, യഹൂദ തൽമൂദിൽ, വിശേഷിച്ച് ജോസിഫസിന്റെ എഴുത്തുകൾ ഇങ്ങനെ ഒരു എഴുത്തുണ്ട്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണവേളയിൽ വേദപുസ്തകത്തിലുള്ളതും ഈ ആന്റിക്വിറ്റി ഓഫ് ജോസിഫസിലുള്ളതുമായ ഭാഗം നാം വായിക്കുന്നു, ദേവാലയത്തിനകത്തുനിന്നൊരു ശബ്ദമുണ്ടായ പോലും, നാം പുറപ്പെട്ടു പോകുക. തർക്കത്തെ തെളിയിക്കാവുന്നൊരു ചിന്ത ഇവിടെ ഉണ്ട്. പോകട്ടെ. പിതാവാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവ് ദൈവം പറയുക, നാം പുറപ്പെട്ടു പോകുക യെരൂശലേമിന്റെ ആലയത്തിൽ നിന്ന്. ഇന്ന് മുതൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ലോകത്തിലെ അഭിമാനമായ യെരൂശലേം, യഹൂദന്റെ സ്വകാര്യ അഭിമാനവും അഹങ്കാരവുമായ യെരൂശലേം ദേവാലയത്തിൽ നിന്ന് ദൈവസാന്നിധ്യം വിട്ടുപോയതെങ്ങും പോയില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മാളിക മുറിയിൽ 120 പേരുടെ മേൽ ദൈവാത്മാവ് ആവസിച്ചു. അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. മർത്തോമായിൽ ഒരു അച്ഛനാകാൻ വേണ്ടി മദ്ബഹായി ശുശ്രൂഷകനായി നിന്നൊരാളാണ് ഞാൻ. പള്ളിയിലെ പൗരോഹിത്യത്തിൽ കൂടെ ഏതെങ്കിലും നിലയിൽ ഒരു സ്വർഗത്തിലെത്താമെങ്കിൽ അത് മതി എന്ന് പറഞ്ഞ് നിന്ന ഒരാളാണ് ഞാൻ. എൻ്റെ പെങ്ങളുടെ ഒരു മാരകമായ രോഗസൗഖ്യത്തോടുകൂടെ 40 വർഷം മുമ്പ് എൻ്റെ മാതാപിതാക്കൾ ആദ്യവും പിന്നീട് എന്നെ ദൈവം സന്ദർശിച്ചു. ഈ സത്യത്തിലേക്ക് വരുവാനിടയായി. ഇടയ്ക്ക് ജോലി സാധ്യതകളും ഒക്കെ ദൈവം ഒരുക്കി പലതും. അതെല്ലാം വിട്ട് കർത്താവിനെ വേലയ്ക്ക് വേണ്ടി വിളിച്ചു. ആഴിയെന്നോർത്തില്ല, ആഴമാരാഞ്ഞില്ല, ഇറങ്ങി ഞാൻ പ്രിയനേ സമുദ്രത്തിന് നടുവിൽ, നിൻവിളി കേട്ടു പിൻവരുവാൻ. ഇറങ്ങി ചാടിയപ്പോ അന്ന് ഇത്രയും ബോധമൊന്നുമില്ല ഈ സമുദ്രത്തിന് ഇത്ര വലിയ ആഴമുണ്ടെന്ന്. ക്രിസ്ത്യ ജീവിതത്തിന്റെ, വിശ്വാസ ജീവിതത്തിന്റെ ആഴം അറിയാതെ
എടുത്തു ചാടിയത്. പക്ഷേ തമ്പുരാൻ കൃപയാ നിലനിർത്തി കേട്ടോ. ഒത്തിരി പരിശോധനകൾ ഇതുപോലെ തന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വീണു പോകരുത്, പിന്മാറി പോകരുത്, പരാജയപ്പെടരുത്, മടുത്തു പോകരുത്. പട്ടണത്തിന്റെ സൗകര്യങ്ങൾ, പട്ടണത്തിന്റെ സുലഭതകൾ നമ്മുടെ ആത്മീയ കണ്ണിനെ മയക്കിക്കളയരുത്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. മയങ്ങിപ്പോകാൻ കഴിയുന്ന ലോകത്തിലാണ് ദൈവമക്കളെ ഇതിൻ്റെ മീതെ യാത്ര. ഇന്നലെ പകൽ ഞാൻ ഓർപ്പിച്ചതുപോലെ വെള്ളത്തിൽ കൂടാ പോകുന്നത്. പക്ഷെ വള്ളത്തിനകത്ത് എന്ത് കയറരുത്? വെള്ളം കയറരുത്. നമ്മൾ ലോകത്തിൽ കൂടാ പോകുന്നത്, പക്ഷേ നമ്മുടെ അകത്ത് ലോകം കയറരുത്. ആ കൃപ പ്രാപിച്ച ദൈവമക്കൾക്കായി സ്തോത്രം. ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ ഒക്കെ നടുവിൽ ഞങ്ങളെ സഹായിപ്പാൻ ആരുമില്ല എന്നൊരു സന്ദർഭത്തിൽ ആണ് ആദ്യമായി പ്രാർത്ഥനയുമായി ബന്ധപ്പെടുന്നത്. കർത്താവിനെ സേവിപ്പാൻ, ദൈവത്തെ അറിയാൻ, ദൈവത്തെ പിൻപറ്റുവാനിടയായി. പാട്ടുകാരൻ പറയുന്ന പോലെ, വചനം പറയുന്ന പോലെ, നന്മയല്ലാതെ തിന്മയൊന്നും ചെയ്യാത്ത ദൈവം അല്ല, തിന്മയായത് വന്നതും കൂടെ നന്മയാക്കി. നിങ്ങൾ പറ, കട്ടതയോ അനർത്ഥമോ ആക്സിഡന്റോ ക്യാൻസറോ രോഗമോ ഒരു മനുഷ്യന് വരാമെന്ന എല്ലാ സങ്കടങ്ങൾ കൂടെ കഴിഞ്ഞ നാളുകൾ ഞങ്ങൾ കടന്നുപോയി. പക്ഷേ ഇതിൻ്റെ എല്ലാ നടുവിൽ കർത്താവ് കൂടെയിരുന്നു. ഇന്നത്തെ ഉപദേശമൊന്നും എനിക്ക് വലിയ പരിചയമില്ല, എന്നോട് തുടങ്ങരുത്. നിങ്ങൾ കൃപയിലോട്ട് വന്നാൽ പിന്നെ വിശ്വാസത്തിലോട്ട് വന്നാൽ ഒരു പനി പോലും വരത്തില്ലെന്നാണ് ചിലരെ പഠിപ്പിക്കുന്നത്. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം എന്നൊക്കെയാണ് പറയുന്നത്. എൻ്റെ പ്രിയരെ, ഞാൻ ഒരു സ്ഥാപനം സേവിക്കാൻ ഇറങ്ങിയപ്പോൾ 21 പരം ഭൂതങ്ങൾ ഒരാളിൽ നിന്ന് പേര് പറഞ്ഞു പോകുന്നത് കണ്ടാൽ ഞാൻ വിശ്വാസത്തിൽ വന്നേ. തീ ജ്വാലയായിരുന്നു. കൊച്ചു ഇടുങ്ങിയ മുറിക്കകത്തിന് ദൈവത്തെ ആരാധിക്കുമ്പോൾ കൈകാലുകൾ നോക്കാൻ കഴിയാത്ത മുറിക്കകത്തിന് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൻ്റെ സ്ഫുലിംഗങ്ങൾ കണ്ടു. പ്രവചനത്തിൻ്റെ നാവുകൾ ഉണ്ടായി. പ്രവാചകം വന്നല്ല, സഭയിലെ കുഞ്ഞുങ്ങൾ, ചെറിയ കുഞ്ഞുങ്ങൾ ആത്മാവൻ തന്നെ പ്രവചിക്കാൻ തുടങ്ങി. സ്തോത്രം. അനുഭവത്തിൻ്റെ ഒരു കാര്യം കൂടെ ചേർത്ത് പറയാം. റാന്നിക്കാരനാണ് ഞാൻ. എൻ്റെ വീട് റാന്നി പുല്ലമ്പൽ എന്നാണ് വീട്ടുപേര്. അപ്പം ഞങ്ങളുടെ നാട്ടിലെ കണ്ടത്തിൽ നെല്ല് കൊയ്യുന്ന ഒരു അന്ന ഉണ്ടായിരുന്നു, അന്ന അമ്മച്ചി. നമ്മുടെ ഇടയിൽ അങ്ങനെ ആണല്ലോ, ഈ ഇച്ചിരി കാശും പത്രോസും ഒക്കെ ഉണ്ടെങ്കിൽ അന്നമ്മാമ വിളിക്കും, മറ്റേയാണെങ്കിൽ അന്ന സഹോദരി വിളിക്കും, അന്ന സിസ്റ്റർ എന്നൊക്കെ വിളിക്കും അല്ലേ, അന്ന സിസ്റ്റർ എന്നൊക്കെ ആൾക്കാർ വിളിക്കും. ഒരു പാവം പിടിച്ച ഒരു ലക്ഷം വീട് കോളനിയില്ല. അപ്പം ഞങ്ങളൊക്കെ അന്ന അമ്മച്ചി എന്നാണ് വിളിക്കുന്നത്. നമുക്ക് അന്നും ഇന്നും അങ്ങനെയൊക്കെ അറിയത്തുള്ളൂ. സ്തോത്രം, അന്ന അമ്മച്ചി. ഈ പുള്ളിക്കാരിക്ക് മലയാളം പോലും അറിയില്ല. നിങ്ങൾക്ക് കേൾക്കണം, ആ ദിവസം ഞങ്ങളുടെ ചർച്ചിൽ ഒരു സായിപ്പ് വെളിയിൽ നിന്ന് വന്നു, വിദേശി വന്നു. ആത്മാവിൽ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദ ഫസ്റ്റ് ആൻഡ് ഫൈനൽ, ആദ്യവും അവസാനമായി ഈ അമ്മച്ചിയുടെ അമ്മയുടെ വായിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ക്രിസ്റ്റൽ ക്ലിയറായി ഇംഗ്ലീഷ് ഭാഷ കൊടുത്തു. സ്ഫുടമായ ബ്രിട്ടീഷ് ഇംഗ്ലീഷ്. She began to speak out the great word of God and prophesy to this man the first and the last time. ആളുകൾ അന്തിക്കുക. വി ഓൾ നോ, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അന്നയമ്മയ്ക്ക് മലയാളം പോലും അറിയില്ല, ഇവർക്ക് ഇംഗ്ലീഷ് അറിയില്ല. പക്ഷെ സായിപ്പ് അറിയാമെന്നറിയാമോ, ഇവർക്കെല്ലാം ഇംഗ്ലീഷ് അറിയാവുന്ന. അന്നമ്മച്ചി പറയാൻ തുടങ്ങിയത് ആത്മാവിൽ വൻ കാര്യങ്ങളാണ്. she was speaking, she spoke. The Saipi begin to cry. അതൊക്കെ പൊട്ടിക്കരയാൻ തുടങ്ങി. നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, what all you spoke to me, നിങ്ങൾ എന്നോട് പറഞ്ഞു ദൈവത്തിന്റെ വൻ കാര്യമാണ്. പ്രിയരെ, ഇതായിരുന്നു പെന്തക്കോസ്ത്. ആമേൻ. ഇതായിരുന്നു നമ്മൾ അറിഞ്ഞ പെന്തക്കോസ്ത്. തോമസ് മുല്ലയ്ക്കൽ പാസ്റ്ററുടെ പിതാവ് ഒക്കെ ഞാനിവിടെ വളരെ ആത്മത്വ സ്നേഹമുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട അപ്പച്ചനായിരുന്നു. അവരൊക്കെ നിത്യതയിൽ പോയി. ഞങ്ങളുടെയൊക്കെ പിതാക്കന്മാർ കണ്ട അഭിഷേകം എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ സ്ഫുലിംഗങ്ങളുള്ളതാ, തീജ്വാലകളുള്ളതാ, അഭിഷേകമുള്ളതാ, ആരാധന വിട്ട് പിരിയാൻ കഴിയാത്ത ആത്മസാന്നിധ്യമുള്ള ഒരു ആരാധനയായിരുന്നു. ലെറ്റ്സ് തിങ്ക് ഇറ്റ് അബൌട്ട്. ഇന്ന് നമുക്ക് ചിന്തിക്കാം. ഇന്നത്തെ 21st സെഞ്ചുറിയിലെ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ, എസ്പെഷ്യലി ഇൻ US, ഞാനവരെ കുറ്റപ്പെടുത്തുകയല്ല, ഒരിക്കലും ഞാനവരെ കുറ്റപ്പെടുത്തുകയല്ല. നല്ല പിള്ളേരെ ഇവിടുത്തെ പിള്ളേർ സിൻസിയറാ. അവരെന്ത് പറഞ്ഞാലും കള്ളം പറയുകയില്ല. അവർ കള്ളമാണെങ്കിലും സത്യമായിട്ടേ പറയത്തുള്ളൂ. അങ്ങനെയാണല്ലോ എയർപോർട്ടിൽ വരുമ്പോഴും ചക്കക്കുരു ഉണ്ടോ ബാഗിലും ചോദിച്ചാൽ, സായിപ്പ് ചോദിച്ചാൽ യെസ് സാർ എന്ന് പറയണം, കള്ളം പറയരുത്. സത്യം പറയണമെന്നാണ് സായിപ്പിൻ്റെ കാര്യം. ഇവിടുത്തെ പിള്ളേർ നിഷ്കളങ്കരായ പിള്ളേരാണ്. അവരുടെ ഷേപ്പൊന്നും കണ്ട് ഞാൻ അവരെ വിധിക്കാറില്ല. നല്ല പിള്ളേരാ, സിൻസിയറാണ് അവർ. കേരളത്തിലെ പിള്ളേരുടെ കൂട്ട് ക്രുക്കടല്ല, അവർ സിൻസിയറാണ്. പക്ഷെ അവർക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ, യാഥാർത്ഥ്യം ചോദിക്കുമ്പോൾ അവർ സത്യം പറയും. ഓക്കെ, ഇവർക്ക് പലർക്കും അറിയില്ല. ഇവിടുത്തെ കുഞ്ഞുങ്ങളോട് എന്തിനാ രക്ഷിക്കപ്പെട്ടത്, എന്തിനാ സ്നാനപ്പെട്ടത്, എന്താ ക്രിസ്ത്യൻ ജീവിതത്തിൻ്റെ അനുഭവം, വാട്ട് ഈസ് എക്സ്പീരിയൻസ്, അവർക്കറിയില്ല. കാരണം സ്തോത്രം, പണ്ട് കാലത്ത് വളരെ കഷ്ടതയിൽ കൂടെ നമ്മൾ വന്നേ, ക്രിസ്ത്യൻ ജീവിതത്തിൻ്റെ തീജ്വാലകളിൽ കൂടെ വന്നേ, കയ്പുകൾ കൂടെ വന്നേ. അതുകൊണ്ട് ഇന്നത്തെ 21st സെഞ്ചുറിയിലെ കുഞ്ഞുങ്ങൾ ചോദിച്ചാൽ അവരിങ്ങനെ പറയും, പെന്തക്കോസ്റ്റ് വാസ് ആൻ എക്സ്പീരിയൻസ് ഫോർ മൈ ഗ്രാൻഡ് ഫാദർ and it was a tradition for my father and for me is nothing. തോമസ് മുല്ലയ്ക്കൽ പാസ്റ്ററുടെ അപ്പച്ചനെ സംബന്ധിച്ച് അസ്ഥിയോട് പറ്റി നിന്നൊരു അനുഭവമായിരുന്നു പെന്തക്കോസ്ത്.
ആരാധനയും പ്രാർത്ഥനയും കൂട്ടായ്മയും ചൂട്ടുകെട്ട് കെട്ടി രാത്രി ആരാധനയ്ക്ക് പോകുന്നതും മൈലുകൾ നടന്നതും ദൈവത്തെ ആരാധിച്ചതും ദൈവദാസന്മാർക്ക് വെച്ച് വിളമ്പിയതും അവരെ ശുശ്രൂഷിച്ചതും നമ്മുടെ പിതാക്കന്മാർക്ക് അസ്ഥിയോട് പറ്റുന്ന അനുഭവമാണ്. ഞങ്ങൾ തലമുറയുടെ കാലം വന്നപ്പോൾ ഇറ്റ് ബിക്കേം ആൻ എക്സ്പീരിയൻസ്, ഒരു പരിചയമായി മാറി. നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയാ നത്തിങ്, വി ഹാവ് നത്തിങ്. പാടാം, കൈയടിക്കണോ കണിയടിക്കാം, അന്യഭാഷ പറയണോ അന്യഭാഷ പറയാം, ദാറ്റ്സ് ഓൾ. പണ്ടേ നമ്മുടെ നാട്ടിലൊരു പൂജ നടന്നൊരു വീട്ടിൽ പൂജ നടന്നപ്പോൾ കുരുത്തംകെട്ട ഒരു പൂച്ചയുണ്ട് ആ വീട്ടിൽ, കുരുത്തംകെട്ട പൂച്ച. അപ്പോൾ അവിടുത്തെ കാർന്നോര് വലിയ ആൾ പറഞ്ഞു, ഈ പൂജാദ്രവ്യങ്ങൾ തട്ടിമറിക്കാതിരിക്കാൻ എന്തോ ചെയ്യണം, ഈ പൂച്ച ഒരു കൊട്ടക്കീഴിൽ അടച്ചിടാൻ പറഞ്ഞു. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഞാൻ കരുതുന്നു. കൊട്ടക്കീഴിൽ അടച്ചിടാൻ പറഞ്ഞു. പൂച്ച കൊട്ടക്കീഴിൽ അടച്ചിട്ടു. പൂജയെല്ലാം വിജയകരമായി നടന്നു. തൻ്റെ മകൻ്റെ കാലം വന്നപ്പോൾ ഒരു കുരുത്തക്കേടുമില്ലാത്തൊരു പാവം പൂച്ച വീട്ടിലുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു പൂച്ച കൊട്ടക്കീഴിൽ അടച്ചിട. എന്നാ എൻ്റെ അപ്പൻ്റെ കാലത്ത് പൂച്ച കൊട്ടക്കീഴിൽ അടച്ചിട്ടിട്ടായിരുന്നു പൂജ. അപ്പോൾ അതും കഴിഞ്ഞു. കൊച്ചുമോൻ്റെ കാലം വന്നപ്പോൾ വീട്ടിലേ പൂച്ചയില്ല. പക്ഷെ കൊച്ചുമോൻ പറഞ്ഞു പൂജ നടക്കണമെങ്കിൽ പൂച്ച വേണം. പിടികിട്ടുന്നുണ്ടോ? പൂജയുടെ അവശ്യ വസ്തുവാണ് പൂച്ച. അതുകൊണ്ട് പൂച്ചയില്ലാഞ്ഞിട്ട് എങ്ങാണ്ടൂന്നൊരു പൂച്ചയെ കൊണ്ടുവന്നു, അടച്ചിട്ടു, പൂജ നടത്തി. ഞാൻ പറഞ്ഞ പോലെ പിടികെട്ടിക്കാണെന്ന് ഞാൻ കരുതുന്നു. ഇതാണ് പാരമ്പര്യം. ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിക്കും. ഞങ്ങൾ പാടാം, പ്രാർത്ഥിക്കണം, അന്യഭാഷ പറഞ്ഞാൽ പ്രാർത്ഥിക്കുക, ഞങ്ങൾ സിംഗ് ചെയ്യണോ, ഇതല്ല അനുഭവം. വിശ്വാസ ജീവിതത്തിൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ അനുഭവിച്ചറിയാം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ് അവൻ്റെ കഷ്ടാനുഭവങ്ങളെ അനുഭവിച്ചറിയേണ്ടതിനും, ആമേൻ, to know, have an experience, personal experience with the Lord. ആമേൻ. യേശുവുമായി വ്യക്തിപരമായി അറിയണം. പ്രിയരെ, ഈ വാക്യം നാം വായിക്കുമ്പോൾ എങ്ങനെയാണ് വായിച്ചത്? 35 അന്ന് സന്ധ്യയായപ്പോൾ, ജീവിതത്തിൽ എല്ലാ പ്രാർത്ഥിക്കുന്ന യുവക്കൾക്കും ഒരു സന്ധ്യയുണ്ട്. സന്ധ്യയാകുമ്പോൾ കാട്ടുമൃഗങ്ങൾ സഞ്ചാരം തുടങ്ങും. നമ്മെ ഭയപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന അനുഭവങ്ങളുടെ മുമ്പിൽ യേശുവിൻ്റെ നാമത്തിൽ ഈ പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ ഭാരപ്പെടേണ്ട, നിങ്ങളുടെ കരം പിടിക്കുന്നൊരു കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. കർത്താവിൻ്റെ ദാസനെ ഇന്ന് പകൽ പ്രവചിച്ച് പരിശുദ്ധാത്മാവ് ഒരു ദൂത ദൈവസഭയോട് പറയുന്നു, ആത്മാവിൽ ഒരുക്കപ്പെട്ട പിതാക്കന്മാരുടെ നാളിലെ പോലെ ഒരു അഭിഷേകത്തിന്റെ പകർച്ചയ്ക്കും കൃപാവരങ്ങളുടെ ജ്വലനത്തിനും ദൈവസഭയ്ക്കൊക്കെ വാതിൽ തുറക്കാൻ തയ്യാറാകുന്നെങ്കിൽ, ദൈവാത്മാവ് പറയുന്നത് കിഴക്കൊന്നും വടക്കൊന്നും തെക്കൊന്നും പടിഞ്ഞാറൊന്നും ഒരു വൃക്ഷത്തിന്റെ ബ്രാഞ്ചുകൾ വളർന്ന് ശിഖരങ്ങൾ വലുതായി അതിനുമേൽ പക്ഷിയും പെറിഞ്ഞാറുകളും അതിനുമേൽ പക്ഷികൾ കൂടുവെക്കുന്നത് പോലെ the people will gather together into your congregation. നിങ്ങളുടെ ആരാധനയിലേക്ക് ദൈവം ആളുകളെ കൊണ്ടുവരുന്ന ദിവസങ്ങൾ മുൻപിലുണ്ട്. കാര്യം അഭിഷേകമുള്ളിടത്ത് ആത്മാക്കൾ വെളിപ്പെടും. ദൈവസഭ ഒരുമിച്ച് നിൽക്കണം. ആത്മാവിൽ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. ഞാനിപ്പോൾ സൂക്ഷിക്കുന്ന സഭ ഒരു 45 വർഷമായ സഭയാണ്. ഒരു 500 പേർക്ക് ഇരിക്കാവുന്ന കെട്ടിടം. ഞാൻ പറയുമ്പോൾ ഒരു 50-60 പേരെ അതിനകത്തുള്ളൂ. അതിൻ്റെ കാര്യകാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. സ്തോത്രം. ഞാൻ പറയുമ്പോൾ 7 കുടുംബം അവിടെ നിന്ന് പോകാൻ നിൽക്കുക. ഞാൻ പറഞ്ഞു നിങ്ങൾ പൊക്കോ, ഈ ആഴ്ച കൂടെ കഴിഞ്ഞിട്ട് പൊക്കോ. കാരണം ഞാൻ വന്നാലേ ഉള്ളൂ, വന്നോണ്ട് എന്നെ ഇട്ടേച്ച് പോകാതെ. അവരാരും പോയില്ലെന്ന് മാത്രമല്ല, 4-5 പുതിയ കുടുംബങ്ങൾ നമുക്ക് വന്നു. ഓരോ പ്രാർത്ഥനയിലും ആരാധനയിലും ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ ജ്വലിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് ഇടപെടാൻ തുടങ്ങി. വാസ്തവമായി ദൈവം നമ്മുടെ നടുവിലുണ്ട്. പ്രിയരെ, പുതിയ നിയമസഭ 5 വിധ ഉപദേശങ്ങളല്ല ഉറപ്പിക്കപ്പെടുന്നത്. ഹി അപ്പോയിന്റഡ് സംബഡി ആസ് അപ്പോസ്റ്റൽസ്, പ്രോഫറ്റ്സ്, പ്രീച്ചേഴ്സ്, ഇവാഞ്ചലിസ്റ്റ്, ടീച്ചേഴ്സ്. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരായും ഉപദേഷ്ടാക്കന്മാരായും സുവിശേഷകന്മാരായി ഇടയന്മാരായി നിയമിച്ചിരിക്കുന്നു. ഒന്നിലും കുറഞ്ഞതല്ല, എല്ലാ ശ്രേഷ്ഠമാ. എങ്കിലും വേദപുസ്തകം പറഞ്ഞൊരു പദമുണ്ട്, ഇടയ ശ്രേഷ്ഠർ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. കൺവെൻഷൻ പ്രാസിംഗിന് 1 വർഷം 5 മെസ്സേജ് മതി. കാഞ്ഞിരപ്പള്ളിയിലത് കോട്ടയത്തത് കുഴിക്കാലയിൽ പഠിക്കാം. സ്തോത്രം. പക്ഷെ ലോക്കൽ പാസ്ക്ക് അത് പോരാ. കർത്താവിന്റെ പാദപീഠത്തിലും ദൈവദിനത്തിന് ആവശ്യമുള്ള മന്നായും ആവശ്യമുള്ള പച്ചിലയും ചായച്ചു കൊടുക്കുന്നവനാ. അവൻ പ്രാർത്ഥിക്കുന്നവനാ. അവൻ ഏൽപ്പിച്ച ഒരു വലിയ ദൗത്യമുണ്ട്. പാസ്റ്റർ തോമസ് പാസ്റ്ററേയും എളിയവനെയും ഒക്കെ ഏൽപ്പിച്ച ഒരു വലിയ ദൗത്യമുണ്ട്. നമ്മെ ഏൽപ്പിച്ച് ആത്മാക്കളുടെ കണക്ക് ദൈവസന്നിധി പറയണം. വി ആർ അക്കൗണ്ടബിൾ. അതുകൊണ്ട് പ്രത്യേകതയുണ്ട്. ആരോടും പറയാതെ നാം സഹിക്കുന്നതിലെ വേദനകൾക്ക് കർത്താവ് പറയുന്നു, ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ. ഈ ലൈനിലിരിക്കുന്ന പ്രിയ സണ്ണിച്ചായനോട് ദൈവാത്മാവ് പറയുന്നു, ആമേൻ. രണ്ടാമതിരിക്കുന്ന സണ്ണി എന്നാ പേര് നിൽക്കുന്ന ഷാബുച്ചായൻ അല്ലേ? ദൈവാത്മാവ ദൈവ മനുഷ്യനോട് ഇങ്ങനെ പറയുന്നു, മകനെ, കാലേബ് പറഞ്ഞതുപോലെ എനിക്ക് വയസ്സ് 70-80 കഴിഞ്ഞു, പക്ഷെ ഇപ്പോഴും എനിക്ക് ആത്മബലമുണ്ട്.
ആ മല എൻ്റെ കയ്യിൽ നൽകിയാൽ ഐ വിൽ കോൺകർ ദാറ്റ് മൗണ്ടെയിൻ. ഞാൻ ആ മല കീഴടക്കും. മകനെ, ദൈവാത്മാവ് ഇന്ന് പകൽ പറയുന്നു, പ്രാണനോടും ആയുസ്സിനോടും ശത്രു വില പറഞ്ഞ പല സന്ദർഭങ്ങൾ, ലോകത്തിൽ നിന്നൊരു ഡസ്റ്റർ കൊണ്ട് ബ്ലാക്ക് ബോർഡിൽ നിന്ന് പേര് തുടച്ചു കളയുന്ന പോലെ നിന്നെ തുടച്ചു കളയാൻ ശത്രു പൊരുതിയ പോരുകളുടെ നടുവിൽ ഞാൻ ഒരു രണ്ടാം ജന്മത്തിൽ, ഒരു സെക്കൻഡ് ജനറേഷനിൽ, സെക്കൻഡ് ലൈഫ് നിന്നെ ഇരുത്തിയിരിക്കുകയാണ്. ദൈവാത്മാവ് എന്ന് പറയുന്നു, യു ആർ ഗോയിങ് ടു സീ ദ ഗ്രേറ്റ് വണ്ടേഴ്സ് ഓഫ് ദ ലോർഡ്. ദൈവത്തിന് ചില വൻ മഹത്വങ്ങൾ കാണാൻ പോവുക. എൻ്റെ അഭിഷിക്തന്മാരോട് ചേർന്ന കാലേവനെ പോലെ ഒരു യുദ്ധത്തിന് നിൽക്കാൻ തയ്യാറാകുന്നെങ്കിൽ, കൊയ്ത്തിന്റെ നാളിൽ യഹൂദയെ ഞാൻ നിനക്കും ഒരു കൊയ്ത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ദാസനെ, ശ്രേഷ്ഠമേറിയ ചില പ്രതിഫലങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതിനായി. ആകയാൽ ദൈവാത്മാവ് ഇന്ന് പകൽ പറയുന്നു, ഐ വിൽ ടേക്ക് യു ഔട്ട്, ഐ വിൽ യൂസ് യു എ മൈറ്റി വെപ്പൺ. എൻ്റെ മഹത്വമുള്ള നാമത്തിന് വേണ്ടി ശ്രേഷ്ഠമേറിയൊരു ആയുധമായി എനിക്ക് നിന്നെ ഉപയോഗിപ്പാൻ ആഗ്രഹമുണ്ട്. വില മുടക്കാൻ തയ്യാറാണോ? ആർ യു റെഡി ടു പേ എ പ്രൈസ്? Then God will make you a sharpened weapon. കർത്താവ് ശ്രേഷ്ഠമേറിയ ഒരു ഉപകരണമായി ഉപയോഗിക്കാൻ പോകുന്നെന്ന് ഈ പകൽ ദൈവാത്മാവ് പറയുന്നു. എല്ലാവരുടെയും മുമ്പിൽ ചിരിക്കുമ്പോഴും ആരോടും പറയാതെ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ഇന്ന് പകൽ ദൈവാത്മാവ് പറഞ്ഞ വിശ്വാസത്തിന്റെ പേനയെടുത്തു. യു ആർ ഗോയിങ് ടു ടേക്ക് സം പ്രയർ, പ്രാർത്ഥനയുടെ മറുപടികൾ ദൈവാത്മാവ് കരങ്ങൾ നൽകാൻ പോകുക. മത്തായി ഗീവർഗീസ് ചായൻ, പരിശുദ്ധാത്മാവ് പറഞ്ഞ മകനെ, നീ എന്റെ മഹത്വം അനേക തവണ കണ്ടവനാ. മോശ ദൈവത്തെ അഭിമുഖമായി കണ്ടതുപോലെ, മറപൊരുളായിട്ടല്ല അഭിമുഖമായി കണ്ടതുപോലെ എന്റെ മഹത്വങ്ങൾ പല നാളുകളിൽ കണ്ടവനാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയുന്നു, പ്രാർത്ഥനാ മുറിയിൽ നിന്ന് ഭയമെടുക്കാതെ, ആ തടുക്കെടുക്കാതെ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നെങ്കിൽ ദൈവാത്മാവ് ഇന്ന് പകൽ അർപ്പിക്കുന്നു, ഞാൻ നിനക്ക് ഓടുവാൻ നിന്റെ കാലുകളെ മാൻപയുടെ കാലുകൾക്ക് തുല്യമാക്കും. എന്റെ ചില മഹത്വങ്ങൾ കാണേണ്ടതിന് ദൈവാത്മാവ് ഇന്നു പകലും പുതിയ ചില വാതിലുകൾ തുറക്കുന്നുണ്ട്. പ്രാണനോട് വെല്ലുവിളിച്ചും ചോദ്യം ചെയ്യുന്ന ശത്രുവിന്റെ മുമ്പിൽ ദൈവാത്മാവ് പറഞ്ഞ വീടിനകത്ത് ഒരു വിരുന്ന് വീടിന്റെ ആനന്ദം വരുമാറ്, വീടിനകത്ത് ഒരു വിരുന്ന് വീടിന്റെ ആനന്ദം വരുമാറ് ചില മഹത്വം വെളിപ്പെടുത്തുവാൻ എനിക്ക് പദ്ധതിയുണ്ട്. If you are ready to pay a price, I will strengthen you. ഞാൻ നിന്നെ ശ്രേഷ്ഠമേറിയ നിലയിൽ മാനിപ്പാൻ പോകുന്നെന്ന് ദൈവാത്മാവ് ആലോചന പറയുന്നത്. കരമുയർത്തി സ്തോത്രം ചെയ്യാം. ഏത് സന്ധ്യ ജീവിതത്തിന്റെ വേദനയുടെ, കടഭാരത്തിന്റെ, ലോകരോഗത്തിന്റെ, ഒറ്റപ്പെടലിന്റെ, അപവാദത്തിന്റെ, ഒറ്റിക്കൊടുക്കലുകളുടെ ഒക്കെ സന്ധി വരും. ഞാൻ പലപ്പോഴും പാടുന്നൊരു പാട്ടുണ്ട്, അതിങ്ങനെയാ: ഒറ്റപ്പെടുത്തുന്ന സ്നേഹിതരും എന്നെ ഒറ്റിക്കൊടുക്കുന്ന കൂട്ടുകാരും, ഒറ്റപ്പെടുത്തുന്ന സ്നേഹിതരും എന്നെ ഒറ്റപ്പെടുത്തുന്ന കൂട്ടുകാരും, അയ്യോ ചാദിവു നിറഞ്ഞാതാൻ ലോകമീതേ, അയ്യോ ചാദിവു നിറഞ്ഞാതാം ലോകമീതേ. ആമേൻ ഹല്ലേലൂയ. കർത്താവേ, മേഘത്തേരാതിൽ നീ വേഗം വന്നിടണമേ, മേഘത്തേരാതിൽ നീ വേഗം വന്നിടണമേ. പ്രിയരെ, ഒറ്റിക്കൊടുക്കുന്ന സ്നേഹിതരും ഒറ്റപ്പെടുത്തുന്ന ലോകവും അതിൻ്റെ നടുവിൽ ദൈവം നമുക്ക് ബലം നൽകുന്ന ദൈവമാണ്. ഞാൻ വേഗം മുമ്പോട്ട് പോകട്ടെ. വലിയ ചുഴലിക്കാറ്റുണ്ടായി. എന്താ പ്രത്യേകത? ഗദരേന്യ ദേശത്ത് ഇസ്രായേലിൽ ഒരുവൻ വഴിതെറ്റിപ്പോയി പാർത്തു. അവനെ വിശദീകരിക്കാൻ സമയമില്ല, നമ്മുടെ സമയം ഇവിടെ വേഗം തീരും. ആമേൻ. ദൈവകൃപ നഷ്ടപ്പെടുത്തി പോയി. കൃപ നഷ്ടപ്പെടുത്തിയാൽ പിന്നെ പന്നിയുടെ കൂടെ ആയിരിക്കും. കൃപ നഷ്ടപ്പെട്ടാൽ പിന്നെ കല്ലറയിലായിരിക്കും. കൃപ നഷ്ടപ്പെട്ടാൽ പിന്നെ വസ്ത്രം ധരിക്കില്ല. കൃപ നഷ്ടപ്പെട്ടാൽ പിന്നെ സുബോധമില്ല. ഗദരേന്യരുടെ ദേശം, ഗാദ്യരുടെ ദേശം, അതിന് 3 പദമാണ് വേദോസ്തവത്തിൽ വായിക്കുന്നത്. 49 ആവർത്തനം 33-20 വായിക്കുമ്പോൾ ദൈവപുരുഷനായ മോശ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെ അനുഗ്രഹിക്കുകയും ശപിക്കുകയും ചെയ്യുന്ന അധ്യായമാണ് 49. അതിനെ തുടങ്ങുന്ന ഇങ്ങനെ: രൂപേനേ, എൻ്റെ ആദ്യജാതനെ, വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ശ്രേഷ്ഠനാകത്തില്ല. ഒരു ദൂതിന്റെ പകലിനകത്തുള്ള ചിലരോട് നോക്കി പറയാം, എല്ലാവരും വീഡിയോയിലല്ലെങ്കിലും, നിന്റെ അപ്പൻ, നിന്റെ അമ്മ, നിന്റെ അമ്മാച്ചൻ, നിന്റെ സ്വന്തക്കാരൻ, നീ കർത്താവിനെ അറിഞ്ഞുകൊണ്ട് നിന്നെ ശപിച്ചു, ഒരിക്കലും നിനക്ക് ഗുണം വരികയെന്ന് പറഞ്ഞ് നിന്നെ ശപിച്ചെങ്കിൽ നീ ഭാരപ്പെടേണ്ട. അഭിഷിക്തന്റെ അനുഗ്രഹമാണ്. നാട്ടിലെ പുണ്യങ്ങൾ പറയാറുണ്ട്, യോഗത്തിന് അവസാനം ആശീർവാദം കൂടാതെ പോകല്ലെന്ന്.
സർവകൃപാലുവാം ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞ് തോമസ് പാസ്റ്റർ തലേക്കൈ വെച്ച് അനുഗ്രഹിക്കുമ്പോൾ ഞങ്ങളുടെ ചർച്ചിലാണെങ്കിൽ സ്വോത്രകാഴ്ച കഴിയുമ്പോൾ ജനമെല്ലാം വരിയായിട്ട് നിങ്ങൾ കലയിൽ നിന്ന് കൈവെക്കും കേട്ടോ. ഭയങ്കര അനുഗ്രഹമാണ് സ്വോത്രം. കാരണം ഈ അനുഗ്രഹം ഒരു അനുഗ്രഹമാണ്. കാരണം അപ്പൻ ക്ഷമിച്ചാലും അഭിഷിക്തൻ അനുഗ്രഹിച്ചാൽ, അപ്പൻ പ്രാഗിയാലും അഭിഷിക്തൻ ബ്ലസ് ചെയ്താൽ അത് അനുഗ്രഹമായി. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, കാരണം കൂടാത്ത ഒരു ശാപവും നമുക്ക് ഫലിക്കുകയില്ല. അതുകൊണ്ട് ആ വിചാരത്തെ, ബന്ധനത്തെ, മന്ത്രവാദത്തെ, ഭൂതബാധയെ ഒന്നും നമ്മൾ പേടിക്കണ്ട. ഇതൊന്നും ഇല്ലെന്നല്ല, എല്ലാം ഉണ്ട്. പക്ഷെ നമുക്കത് ദോഷം വരുത്തത്തില്ല. ഇതിനെ ഗദരേന്യരുടെ ദേശമെന്നും ഗദരദേശമെന്നും ഗരസേന്യ ദേശമെന്നും 3 പദം മത്തായി 8:24, മർക്കോസ് 5:1 മുതൽ ലൂക്കോസ് 8 വായിക്കുന്നു. ഒരു ദേശമാണ്. ഇവൻ ഇസ്രായേലിലെ ഗാദറിൽപ്പെട്ടവനാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇവരോടൊരു വാഗ്ദത്തമുണ്ട് കേട്ടോ. 49:19 ഗാദോ കവർച്ചപ്പടി അവനെ ഞെരിക്കും, അവൻ അവരുടെ പിൻപടയെ ഞെരിക്കും. ദൈവമക്കളുടെ പോരാട്ടം വരത്തില്ലെന്നല്ല, നമുക്ക് പോരാട്ടം വരും. പക്ഷേ നമ്മൾ ഞെരിക്കുന്ന പോരാട്ടങ്ങളെ ജയിക്കാനൊരു അഭിഷേകം തന്നിട്ടുണ്ട്. എന്നാൽ മോശ പറയുകയാണ്, ആവർത്തനം 33:21-22 ഗാദിനൊരു അനുഗ്രഹമുണ്ട്, ദൈവം അവനെ വിസ്താരമാക്കും, സിംഹിയെപ്പോലെ അവന് പതുങ്ങിക്കിടക്കുന്നു. ആദ്യ ഭാഗം നായകന്റെ ഓഹരിയായിരിക്കും, ജലത്തിന്റെ തലവന്മാരോട് കൂടി അവൻ ഓഹരി കൊടുക്കും, നീതിയും അല്ലെങ്കിൽ ഭരിക്കാനും വിധിക്കാനുള്ള അധികാരം ദൈവം നൽകും. ഇന്ന് മുതൽ ദൈവമക്കൾ എത്ര സന്തോഷമുണ്ട്. നമ്മുടെ പശ്ചിമ ദേശം, ഗൾഫ് രാജ്യങ്ങൾ, നമ്മുടെ ഇറാൻ ഇറാഖ് പ്രദേശങ്ങൾ, ഗൾഫ് രാജ്യങ്ങളൊക്കെ വലിയ യുദ്ധത്തിലേക്കാണ്. ഞാനും തോമസ് പാസ്റ്റർ കൊണ്ട് ഇന്നലെ കുറേ നേരം തിയോളജിക്കൽ വിഷയങ്ങളൊക്കെ സംസാരിച്ചു. ഇത് അന്ത്യകാലമാണോ കർത്താവിൻ്റെ വരവാണോ എന്നൊക്കെ ഞങ്ങളിങ്ങനെ ദൈവദാസന്മാർ തമ്മിൽ ചില വാക്ക് പങ്കുവെച്ചു. ഞാൻ ഒരു കാര്യം പറയാം, ഇനി ഒരു 1000 കൊല്ലം കൊണ്ട് 100 കൊല്ലം കൊണ്ട് കഴിഞ്ഞാൽ കർത്താവ് വരത്തുള്ളെങ്കിൽ നമുക്കൊരു വിഷമവും ഇല്ല. കാരണം നമ്മുടെ പ്രത്യാശ യേശു ഏത് നിമിഷവും വരും. അവൻ വന്നാൽ അവൻ്റെ വരവെങ്കിൽ നമ്മൾ കാണണം. പക്ഷേ കർത്താവ് പറഞ്ഞു, ആകാശം ചുമന്ന കോള് കൊള്ളുമ്പോൾ ഓർത്തുകൊള്ളേണം. ആമേ ഒരു അന്ത്യകാല ലക്ഷണമായി സംഭവങ്ങളെ വിവേചിക്കാൻ ദൈവമക്കൾക്ക് കഴിയണം. സ്തോത്രം. വാഗ്ദത്തമുള്ളവനെ തകർക്കാൻ പിശാച് വരും. പക്ഷേ ഇന്ന് പകലൊരു ദൂത് ചിലരോട് പറയുന്നു, വാഗ്ദത്തമുള്ള തലമുറ ദേശത്തുണ്ടെങ്കിൽ, വാഗ്ദത്തമുള്ള തലമുറ ഭവനത്തിലുണ്ടെങ്കിൽ, ഈ ലൈനിലായിരിക്കുന്ന ബ്ലസ്സി എനിക്കറിയില്ല, ആളിനെ കാണാൻ കഴിയുന്നില്ല, പരിശുദ്ധാത്മാവിന്റെ മുകളിൽ ആ മകളോട് പറയുന്നു, ആമേ ലൈനിലിരിക്കുന്ന ആളോട് പറയുന്നു, ആമേ സ്തോത്രം, നിങ്ങളുടെ തലമുറയോട്, നിങ്ങളുടെ കുടുംബത്തോട്, നിങ്ങളുടെ ഭവനത്തോട് ദൈവത്തിനൊരു വാഗ്ദത്തമുണ്ട്. വാഗ്ദത്തമുള്ളതിനെ തകർക്കാൻ ഒന്നല്ല, നിരവധി തവണ കാറ്റുകൾ ഉയർന്നു വന്നതാ. ഈ കാറ്റോടെ അവസാനിച്ചു പോയി എന്ന് പിശാച് പറഞ്ഞപ്പോൾ ദൈവാത്മാവ് ഇന്ന് പകൽ പറയുന്നു, ഈ കാറ്റ് നിന്നെ തകർക്കാനല്ല, ഈ കാറ്റിനപ്പുറത്തുനിന്നൊരു ഒരു അനുഗ്രഹം ദൈവം വെച്ചിട്ടുണ്ട്. കാറ്റിനെ കണ്ട് ഭയപ്പെടരുത്. ചില ദിനങ്ങൾ വ്യക്തിപരമായി ദൈവസ്ഥ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഇരിപ്പാൻ തയ്യാറാകുമെങ്കിൽ തിന്മയ്ക്കായി കൊണ്ടുവന്ന കാറ്റിനെ ദൈവം നന്മയ്ക്കാക്കി മാറ്റും. ഞാൻ മുമ്പോട്ട് പോകട്ടെ, സമയം അവസാനിക്കുന്നല്ലോ, തക്ക സമയത്ത് അവസാനിപ്പിക്കണം. ആമേൻ. വലിയ കാറ്റടിച്ചു, വലിയ ശാന്തതയുണ്ടായി. പ്രിയരെ, ഞാൻ ഒന്നുകൂടെ പറയാം, വലിയ കാറ്റിനും വലിയ ശാന്തതയ്ക്കും ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. പിടികിട്ടില്ല. വിശ്വാസം തുടങ്ങുമ്പോൾ വലിയ പ്രതിസന്ധിയാണ്, പക്ഷെ കുറച്ചാൾ കഴിയുമ്പോൾ വലിയ ശാന്തതയാണ്. കേരളത്തിൽ നമ്മുടെ വിശ്വാസം തുടങ്ങിയപ്പോൾ ഭയങ്കര കാറ്റായിരുന്നു. എത്ര പ്രാർത്ഥിച്ച്, എത്ര ഉപസിച്ച്, എത്ര പ്രവാചകന്മാരെ വിളിച്ച് ദൂതൊക്കെ പറഞ്ഞാൽ നമ്മൾ അമേരിക്കയിലെത്തിയത്. ഇപ്പം പലർക്കും ഭയങ്കര ശാന്തതയാണ്. വി ഹാവ് എവറിതിങ് ഹിയർ. നമുക്കിവിടെ എല്ലാം ഉണ്ട്. ഭക്ഷണത്തിന് ഭക്ഷണം, കാറിന് കാറ്, വീടിന് വീട്, ഫെസിലിറ്റിക്ക് ഫെസിലിറ്റി, എല്ലാം ഉണ്ട്. മറക്കരുത്, ഇത് ഈ വലിയ കാറ്റിനും വലിയ ശാന്തതയ്ക്കും ഇടയിൽ ഒരു ഗ്യാപ്പുണ്ട്. എന്നാൽ അക്കരെ തീരമെത്താൻ, ഞാൻ ദിനം കപ്പലിൽ യാത്ര ചെയ്യാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകിയിട്ടുണ്ട്, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ ഭാഗ്യം നൽകിയിട്ടുണ്ട്. കപ്പലിൽ 4-5 ദിവസം യാത്ര ചെയ്തു. മദ്രാസ് ചെന്നൈ തീരത്തുനിന്ന് കപ്പൽ പുറപ്പെടുമ്പോൾ ഭയങ്കര കാറ്റും കോളുമാകട്ടും. ഞാനത് വിശദീകരിക്കാൻ നേരമില്ല. അവിടുന്ന് ഒരു ക്യാപ്റ്റനായി പുറംകടലിൽ എത്തിക്കുന്നത്. അടുത്ത തീരത്തെത്തുമ്പോഴും അവിടുന്ന് ഒരു ക്യാപ്റ്റൻ വന്നാൽ പുറംകടലിൽ നിന്ന് കപ്പലിനെ അവിടെ തീരത്തെത്തിക്കുന്നത്. കടൽ ഓടിക്കാനേ ഈ ഓടിക്കുന്ന പൈലറ്റിന് അവകാശമുള്ളൂ. ഒന്നും ഞാൻ പറയുന്നത്, നടുക്കടൽ പ്രക്ഷുബ്ധമല്ലാത്ത സന്ദർഭങ്ങൾ വളരെ ശാന്തമാണ്. ക്രിസ്ത്യജീവിതത്തിൻ്റെ തുടക്കം വലിയ പോരാട്ടമാണ്, ഒടുക്കവും പോരാട്ടമാണ് കേട്ടോ. ഇടയ്ക്ക് വലിയ ശാന്തതയാണ്. വേദപുസ്തകത്തിൽ വാക്കുണ്ട്, ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു, അവരാഗ്രഹിച്ച തുറമുഖത്ത് അവനവരെ എത്തിച്ചു. വിശ്വാസ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ 28-ാം അധ്യായം ആക്ട്സ് ചാപ്റ്റർ 28 വായിക്കണ്ട. അവിടെ എങ്ങനെയാണ് വായിക്കുന്നത്? രക്ഷപ്പെട്ട ശേഷം ദ്വീപിൻ്റെ പേർ മെലിത്തായി എന്ന് ഗ്രഹിച്ചു. സ്തോത്രം. കടലിൽ യാത്ര ചെയ്യുമ്പോൾ പൗലോസിനോട് തന്നോടുകൂടെയുള്ള 100 പേര്, 200 താഴെയുള്ള ആളുകൾ, അവർ പറയുകയാണ്, ഈ യാത്രയിൽ ഏറിയ കഷ്ടനഷ്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകും. പക്ഷെ ഭാരപ്പെടേണ്ട പൗലോസേ, നിന്നോട് കൂടെയുള്ളവരെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക. അതിൻ്റെ വാക്കുകൾക്ക് ഞാൻ വേഗം വിരാമം കുറിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഏത് വലിയ പോരാട്ടം വന്നാലും പ്രാർത്ഥിക്കുന്നൊരു ദൈവഭക്തൻ ദേശത്തുണ്ടോ? പ്രാർത്ഥിക്കുന്നൊരു ദൈവവേദൽ കുടുംബത്തിലുണ്ടോ? കരയുന്നൊരു ദൈവവേദലിന്റെ മാതാവ്, ഒരു തലമുറ നിങ്ങളുടെ വീട്ടിലുണ്ടോ? ദോഷം വരുവാൻ ശത്രുവിനെ ദൈവം അനുവദിക്കുകയില്ല.
അനുവദിക്കത്തില്ല. കർത്താവ് നമ്മളെ അത്ഭുതകരമായി താങ്ങുന്ന ദൈവമെന്ന് ഈ പകൽ